മുഖ്തസർ 284 പേജ് 399. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഈലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബിയാനി മിൻ മത്താലിഇൽ മസാനി ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحرزين قصبات السبق في مضمار الفصاحة والبراعة. والثاني മുജറദത്ത്. പറഞ്ഞു വന്നത് ഇസ്തിആറത്ത് വല്ലിസ്തിആറത്തു ബിഇത്തിബാരിൻ ആഖറ വൈരി ഇത്തിബാരി തുർഫൈനി വൽ ജാമിഇ വൽ ലഫ്ളി സലാസത്തു അഖ്സാമിൻ എന്നാണ്. ലഫ്ള്, ജാമിഇ, തുറഫൈനി എന്നിവയെ ഇത്തിബാർ ചെയ്യൽ കൂടാതെ മറ്റൊരു ഇത്തിബാർ അനുസരിച്ച് ഇസ്തിആറത്ത് 3 കിസ്മാണെന്നും ഒന്നാമത്തത് മുത്ലഖത്താണെന്നും പറഞ്ഞു. മുത്ലഖത്ത് എന്ന് പറഞ്ഞാൽ മുസ്തആറു ലഹു, മുസ്തആറു മിന്നു രണ്ടിൻ്റെയും മുലായിമിനോട് അന്വരിക്കാത്തത് എന്നാ. വയ്യ മാലം തഖ്തരിം ബി സിഫത്തി, ഒരു സിഫത്തിനോടും അന്വരിച്ചിട്ടില്ല. വലാ തഫ്രീഇൻ, ഒരു ഫർആക്കി പറയലിനോടും. മിമ്മ യുലായിമുൽ മുസ്തആറ ലഹു വൽ മുസ്തആറ മിൻഹു എന്നാ പറഞ്ഞത്. വസ്സാനി മുജറദത്തുൻ, ഇവിടെ നിന്നാണ് തുടക്കം. രണ്ടാമത്തത് മുജറദത്താണ്. വഹിയ മുജറദത്ത് മാ ഖുരിന ബിമാ യുലായിമുൽ മുസ്തആറ ലഹു, മുസ്തആർ ലഹുവിനോട് മുലായിമായ ഒന്നിനോട് അന്വരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇസ്തിആറത്തിന്റെ ബലം കുറയും. കൗലിഹി, ഷാഇറിന്റെ കൗല് പോലെ. എന്താണ് ഷാഇറിന്റെ കൗല്? വംറുദ്ദിദാഇ ഇദാ തബസ്സമ ലാഹികൻ വലിഖത് ബിലഹിഖതിഹി റിഖാബുൽ മാലി എന്നാണ്. ഹംറുദ്ദിദാഇ, റിദാഇന്റെ മൗളൂഉ ലഹുവായ മഅന ഒരു വസ്ത്രം, മുണ്ട്, തട്ടം എന്നൊക്കെ പറയും. ഇവിടെ അത്താഇന് ഇസ്തിആറത്ത് നടത്തിയതാണ്. അതിന് കരീനത്തുമുണ്ട്. ഹംറുദ്ദിദാഇ അധികരിച്ചതായ ധർമ്മിഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹം കസീറുൽ അത്താ ആണ്. ഐ കസീറുൽ അത്തായി, ദാനധർമ്മം അധികരിച്ചവനാണ് അദ്ദേഹം കേട്ടോ. അത് മഹദൂഫായ മുബ്തദയുടെ ഖബറാണ്. ആ മംദൂഹാവുന്നത് വംറുദ്ദിദായി ഐ കസീറുൽ അത്തായി. ഇസ്തആറ റിദാഅ, റിദാഇനെ ഇസ്തിആറത്ത് നടത്തി. ലിൽ അത്തായി, ദാനധർമ്മത്തിന്. അതെന്താ വജൂഹു ശബഹ്? അന്നഹു, തീർച്ചയായിട്ടും ഈ ദാനധർമ്മം യസൂനു ഇർള സാഹിബിഹി, ആ ദാനധർമ്മത്തിന്റെ ഉടമസ്ഥന്റെ അഭിമാനത്തെ കാക്കും. കമാ യസൂനു റിദാഉ, റിദാ തട്ടം, മുണ്ട് കാക്കും പോലെ മാ ഒന്നിനെ യുൽക്ക, ആ റിദായിനെ ഇടപെടും അലൈഹി, ആ ഒന്നിന്റെ മേൽ. എന്നിട്ടോ സുമ്മ വസഫഹു, പിന്നെ ഷാഇർ ആ റിദാഇനക്ക് വസഫ് പറഞ്ഞു. ബിൽ ഗംരി, ഗംറ് കൊണ്ട് വസഫ് പറഞ്ഞു. ഗംറ് എന്ന് പറഞ്ഞാൽ കസീറുൽ
അത്താൾ. അപ്പോ ഒന്നിനെ സിഫത്തിനെ മൗസൂഫിലേക്ക് ഇലാഫത്ത. എങ്ങനത്തെ തട്ടമാണ്? അല്ല എങ്ങനത്തെ ധർമ്മമാണ്? അധികരിച്ച ധർമ്മം. അധികരിച്ച ധർമ്മം ബിൽ ഗംദി അല്ലദി കേട്ടോ കസീറുൽ അത്താൾ. അപ്പോ സിഫത്ത് മുസബ്ബഹയാണ് എന്ന് മനസ്സിലാക്കണം. ഒന്ന് നല്ല സിഫത്ത് മുസബ്ബഹയാണ്. സിഫത്ത് മുസബ്ബഹിനെ അതിന്റെ എന്തിലേക്ക് ഇദാഫത്ത് ചെയ്തു? മഫ്ഊലിലേക്ക്. ശിബ്ഹു മഫ്ഊലും ബിഹി എന്ന് പറയും. കാരണം സിഫത്ത് മുസബ്ബഹക്ക് മഫ്ഊൽ ഉണ്ടാവൂലല്ലോ. അതേ സമയത്ത് അത് നസ്ബ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ മൻസൂബായ മഅ്മൂല് സിഫത്ത് മുസബ്ബഹന്റെ തശ്ബീഹും ബിൽ മഫ്ഊലി ബിഹിയാണ്, അതിലേക്ക് ഇദാഫത്ത് ചെയ്തതാണ്. വംറുദ്ദിദായി ഹസനുൽ വജ്ഹി എന്ന് പറയും പോലെ സയ്യിദുൻ ഹസനുൽ വജ്ഹി, മുഖം ഭംഗിയായവനാണ്. മഅ്മൂലിലേക്ക് ഇദാഫത്ത് ചെയ്തതാണ്. വംറു കൊണ്ട് വസുഫ് പറഞ്ഞു. അല്ലദി എങ്ങനത്തെ വംറ്? യുനാസിബുൽ അത്താ, അത് അത്താഇനോടാണ് മുനാസബത്ത്, റിദാഇനോടല്ല. അധികരിച്ച ധർമ്മം എന്താണ്? അധികരിക്കൽ എന്നുള്ളത് ധർമ്മത്തിനോടാണ് മുനാസിബ്, തട്ടത്തിനോടല്ല. തട്ടം അധികരിക്കൽ ഉണ്ടാവില്ലല്ലോ. ഒരാൾക്ക് ഒരു തട്ടം. അങ്ങനെയാണല്ലോ ഉള്ളത്. ഒരു വസ്ത്രം, ഒരു ഷർട്ട്, ഒരു തുണി, ഒരു ബനിയൻ, ഒരു തലപ്പാവ്, ഒരു രിദാവ്. അപ്പൊ ഈ കസീർ എന്നുള്ളത് അത്താഇനോടാണ് മുനാസിബ്. അതെന്തിനാ വസുഫ് പറഞ്ഞത്? ഇവിടെ അത്താ എന്നതിന് ആരെ ഇസ്തിആറത്ത് നടത്തി? റിദായിനെ ഇസ്തിആറത്ത് നടത്തി. എന്നിട്ട് അത്താഇന്റെ മുനാസിബായ വംറിനെ പറഞ്ഞു. അത്താ മുസ്തആർ ലഹു ആണല്ലോ, റിദാ ആണല്ലോ മുസ്തആർ മിന്നു. അപ്പൊ മുസ്തആർ ലഹു ആയ അത്താഇന്റെ മുനാസിബായ വംറിനെ പറഞ്ഞു. അത് തജ്രീദല്ലിൽ ഇസ്തിആറത്തി, ഇസ്തിആറത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? തനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ തൊട്ട് തനിപ്പിക്കാൻ വേണ്ടിയിട്ട്? തജ്രീദല്ലിൽ ഇസ്തിആറത്തി, ഇസ്തിആറത്തിനെ തനിപ്പിക്കാൻ വേണ്ടി. ശക്തിപ്പെടുത്തലിനെ തൊട്ട് തനിപ്പിക്കാൻ വേണ്ടി. കാരണം മുസ്തആർ ലഹുവിന്റെ മുലായിമ മുനാസിബ് പറയുമ്പോൾ ഇസ്തിആറത്തിന്റെ ശക്തി കുറയും. ഇവിടെ ദിദാഇനെ ആണല്ലോ വായ്പ വാങ്ങിയത്, അത്താഇന്. അപ്പോൾ ഈ അത്താ റിദാ അല്ല എന്ന് തോന്നിപ്പോകും. ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുശബ്ബഹു ബിഹിന്റെ ജിൻസിൽപ്പെട്ടതാണെന്ന് വാദിക്കലാണ്. ആ വാദത്തിന് ഇവിടെ ശക്തി കുറയും. ഇവിടെ മുശബ്ബഹു ബിഹി റിദാ ആണല്ലോ. ഈ റിദാഇനോട് എന്തിനെ തശ്ബീഹാക്കി? അത്താഇനെ തശ്ബീഹാക്കി. എന്നിട്ട് വാദിക്കാണ് അത്താ റിദാഇന്റെ ജിൻസിൽപ്പെട്ടതാണ്. അതോടൊപ്പം ഈ മുശബ്ബഹിന്റെ മുലായിമായ അത്താഇന്റെ മുലായിമായ വംറിനെ പറയുമ്പോൾ ആ വാദത്തിനൊരു ശക്തി കുറയും. അതാണത്. ഇവിടെ കരീനത്ത് എന്താണ്? വൽ കരീനത്തു സിയാഖുൽ കലാമി, കലാമിനെ കൊണ്ടുവരലാണ്. ഐദി കൗലഹു
കലാമു എന്ന് പറഞ്ഞാൽ കൗലഹു, ഷായറിന്റെ കൗല്. ഇദാ തബസ്സമ ലാഹിക വലികത്ത് ബിളഹികതിഹി റിഖാബുൽ മാലി. അതാണ്. എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹം ദാനധർമ്മം അധികരിച്ച ആളാണ്. ഇദാ തബസ്സമ ലാഹിക്കൻ, അല്ലേ? അദ്ദേഹം പുഞ്ചിരിച്ചാൽ, ലാഹിക്കൻ ഐശാരിഅൻ ഫിൽ ലഹിക്കീന, ലഹിക്കിൽ തുടക്കം ഉള്ളവനായ നിലയിൽ പുഞ്ചിരിച്ചാൽ. എന്താ ഷാരിഅൻ എന്ന് തഫ്സീറിട്ടത്? ലാഹിക്കൻ എന്നുള്ളത് ഹാലാണ്, തബസ്സമന്റെ ദമീറിൽ നിന്ന് ഹാലാണ്. അപ്പൊ സാഹിബുൽ ഹാല് തബസ്സമ എന്നതിലുള്ള ദമീറാണ്. സാഹിബുൽ ഹാലിന്റെ ആമില് തബസ്സമ എന്ന ഫീലാണ്. ഹാല് എന്നാവണം, ഹാലും സാഹിബ് ഹാലിന്റെ മഅ്മൂലും തമ്മിൽ മുക്കാറണത്ത് വേണം. അപ്പൊ തബസ്സുമും ലഹുക്കും തമ്മിൽ മുക്കാറണത്ത് വേണം. അതുണ്ടാകൂല. തബസ്സുമൊന്നും ലഹുക്കുമല്ല, ലഹുക്കൊന്നും തബസ്സുമുമല്ല. അപ്പോൾ ലാഹിക്കൻ എന്ന ഹാല് സാഹിബ് ഹാലിന്റെ ആമിലുമായി മുക്കാറണത്തുണ്ടാകണമെങ്കിൽ ഐശാരിഅൻ ഫിൽ ലഹിക്കി എന്ന് സങ്കല്പിച്ചു കൊടുക്കണം. ലഹിക്കിൽ പ്രവേശിക്കുന്നവനായ നിലയിൽ തബസ്സുമുണ്ടാകലോടുകൂടെ എന്തുണ്ടാവാം? ലഹിക്കിലുള്ള പ്രവേശനത്തിന് തുടക്കം കുറിക്കാം. അപ്പോൾ ലഹിക്കിലുള്ള പ്രവേശനത്തിനുള്ള തുടക്കവും തബസ്സുമും തമ്മിൽ മുക്കാറണത്തുണ്ട്. അതിനാണ്. അപ്പോ ലാഹിക്കൻ എന്നതിന്റെ മാന എന്തായി? തബസ്സുമ്, ഈ പുഞ്ചിരി ഏതോട് അടുത്തിട്ടുണ്ട്? ലഹക്കിനോട് അടുത്തിട്ടുണ്ട്, ലഹക്കുണ്ടായിട്ടില്ല. അപ്പൊ എങ്ങനെ അർത്ഥം കൊടുക്കണം? ഇദാ തബസ്സമ, അദ്ദേഹം പുഞ്ചിരിച്ചാൽ, ലാഹിക്കൻ നന്നായി പുഞ്ചിരിച്ചാൽ, പുഞ്ചിരി ഇങ്ങോട്ട് ശക്തി കൂടി ലഹക്കോട് അടുത്തിട്ടുണ്ട്, ലഹക്കിലേക്ക് തുടങ്ങാനായിട്ടുണ്ട് എന്നർത്ഥം. നംല് സൂറത്ത് 19-ാമത്തെ ആയത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫതബസ്സമ ലാഹികം മിൻ ഖൗലിഹ എന്ന് കാണാം. അതെ, ഐശാരിയം ഫിൽ ലഹക്കി, അതായത് ആഹിദം ഫീഹി, ആ ലഹക്കിൽ തുടങ്ങുന്നവനായ നിലയിൽ. തമാമുഹു, അതിന്റെ പൂർത്തീകരണം. വലികത്ത് ബിളഹികതിഹി റിഖാബുൽ മാലി, അദ്ദേഹത്തിന്റെ ആ ലഹിക്കത്ത് ഒറ്റച്ചിരി കൊണ്ട്, മറത്തിന്റെ ഇസ്മാണത്. ഫഇലത്തു വഫഇലത്തുല്ലി മറത്തിൻ കജൽസ വഫഇലത്തുല്ലി ഹൈഅത്തിൻ കജിൽസ. അദ്ദേഹത്തിന്റെ ആ ഒറ്റച്ചിരി കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒറ്റ പുഞ്ചിരി കൊണ്ട് തന്നെ. കാരണം ഇവിടെ തബസ്സുമല്ലേ ഉണ്ടായിട്ടുള്ളൂ, ലഹിക്കിൽ പ്രവേശിക്കാൻ അടുത്തായിട്ടല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാവശ്യമുള്ള ആ ഒറ്റ പുഞ്ചിരി കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകും റിഖാബുൽ മാലി, മുതലിന്റെ പെരടികൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ ഇദാ തബസ്സമ ലാഹിക്കൻ എന്നതാണ് കരീനത്ത്. കാരണം ഇവിടെ വംറുദ്ദിതായി, അധികരിച്ച ദാനധർമ്മം ഉള്ളവരാണ് അദ്ദേഹം. എപ്പോൾ? അദ്ദേഹം നന്നായി ഒന്ന് പുഞ്ചിരിച്ചാൽ. അപ്പോൾ ഈ പുഞ്ചിരി എന്നത് തട്ടവുമായൊരു ബന്ധവുമില്ല. ധാരാളം തട്ടം ഉடைய ആളാണ് അദ്ദേഹം. പുഞ്ചിരിച്ചാൽ തട്ടം അധികരിച്ച ആളാണെന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ലല്ലോ. ഒമ്രുലിതായി, അദ്ദേഹം മുണ്ട് അധികരിച്ച ആളാണ്. അതിന്റെ ഹക്കീക്കയെ മാന വെക്കുക. മുണ്ട് അധികരിച്ച ആളാണ്. മുണ്ടധികരിച്ച ആളാണ് പുഞ്ചിരിച്ചാൽ അതൊരു അർത്ഥമല്ല. അപ്പൊ ഈ ഇദാ തബസ്സമ ലാഹിക്കൻ എന്നുള്ളത് കരീനത്താണ്. ഈ
റിദ എന്നുള്ളത് അത്താഇന് ഇസ്തിആറത്ത് നടത്തിയിട്ടുള്ളതാണ് എന്ന് കേട്ടോ. അതേ സമയത്ത് ദാനധർമ്മം അധികരിച്ച ആളാണ് പുഞ്ചിരിച്ചാൽ ഒരു പുഞ്ചിരി കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് എടുക്കാൻ അനുവാദമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പുഞ്ചിരി, അയാളൊന്ന് പുഞ്ചിരിച്ചാൽ തന്നെ മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തിന്റെ മുതൽ ഇങ്ങനെ ലഭിക്കും. അതേസമയത്ത് പുഞ്ചിരിച്ചാൽ തട്ടം അധികരിച്ച ആളാണ് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അപ്പൊ ഇതാ തബസ്സമ ലാഹിക്കൻ എന്നുള്ളത് അതിവിടെ ഇസ്തിആറത്ത് നടത്തിയിട്ടുണ്ട് എന്നതിന്റെ കരീനത്താണ്. പിന്നെ റിക്കാബുൽ മാലി, മുതലിന്റെ പെരടികൾ എന്ന് പറഞ്ഞു. മുതലിന് പെരടി, അത് മുതലിനെ ഒരു ഇൻസാനിനോട് തശ്ബീഹാക്കി. മുശബ്ബഹ് ബിഹിയായ ഇൻസാനിനെ പറഞ്ഞില്ല, മുശബ്ബഹായ മാലിനെ പറഞ്ഞു. അത് ഇസ്തിആറത്ത് ബിൽകിനായത്താണ്, അത് മറ്റൊരു മസല. എന്നിട്ട് മുശബ്ബഹ് ബിഹിയായ ഇൻസാനിന്റെ ലാസിമിനെ പറഞ്ഞു റിക്കാബ്, അത് ഇസ്തിആറത്ത് തഹീലിയത്തുമാണ്. അപ്പൊ മുതലിന്റെ പരിധികൾ എന്ന് പറഞ്ഞാൽ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഒറ്റ പുഞ്ചിരി കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇതാ തബസ്സമ, അദ്ദേഹം പുഞ്ചിരിച്ചാല് ഒലിക്കത്ത് റിക്കാബു അംവാലിഹി, അദ്ദേഹത്തിന്റെ മുതലുകളുടെ പെരടികൾ എന്ന് വെച്ചാൽ മുതല് നഷ്ടപ്പെട്ടു പോകും, സ്ഥിരപ്പെടും. ഫി ഐദിസായിന, യാചകന്മാരുടെ കയ്യിൽ. അപ്പൊ യാചകന്മാര് അദ്ദേഹത്തിന്റെ മുതലെടുത്തിട്ട് മുന്നിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അയാൾ പുഞ്ചിരിക്കും, എതിർക്കൂല. ഇതാണ് സംഭവം. യുക്കാല് പറയപ്പെടും ഒലിക്കർഹിൽ മുർത്തഹിനി, പണയം നഷ്ടപ്പെട്ടു പോയി മുർത്തഹിനിന്റെ കയ്യിൽ. പണയം വാങ്ങിയ ആളുകൾ, ഒരാള് ഒരു വീടെന്താണ് പണയം വെച്ചു, അല്ലെങ്കിൽ പറമ്പ് പണയം വെച്ചു, എന്നിട്ട് കുറച്ച് കാശ് വാങ്ങി. ആ കാശ് തിരിച്ചു കൊടുക്കാൻ സാധിക്കൂലെങ്കിൽ വീട് മുർത്തഹിനിന്റെ കൈവശത്തിൽ തന്നെ ആവുമല്ലോ. അപ്പോ എന്ത് പറയപ്പെടലുണ്ട്, വലിക്കർഹുഫി യദിൽ മുർത്തഹിനി, പണയം വാങ്ങിയ ആളുടെ കയ്യിൽ പണയം നഷ്ടപ്പെട്ടു പോയി. ഇതാലം യഖ്ദുർ അലാ ഇൻഫിക്കാക്കിയതിനെ വേർതിരിക്കലിന് മേൽ സാധിച്ചിട്ടില്ലെങ്കിൽ. അവ രണ്ടെണ്ണം കുറഞ്ഞു, രണ്ട് കിസ്മ, മുത്തലക്ക മുജറദ. ഇനി വസാലിസു, മൂന്നാമത്തത് മുറശഹത്തുൻ, മുറശഹത്താണ്. മുറശഹ വഹിയ, മുറശഹ എന്ന് പറഞ്ഞാൽ മാ കൊരിന ബിമാ യുലായിമുൽ മുസ്തആറ മിന്നു, മുസ്തആർ മിന്നൂനോട് മുലായിമായ ഒന്നിനോട് അന്വരിക്കപ്പെട്ടതാണ്. നഹ്വു ഉലൈകല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ ഫമാ തബിഹ തിജാറത്തുഹും എന്നാണ്. എന്താണത്? ഉലൈക അല്ലെ, ഉലൈകല്ലദീന, അൽ ബഖറ 16-ാമത്തെ ആയത്താണ്. ഉലൈക അവര്, അല്ലദീന ഒരു കൂട്ടരാണ്, ഇശ്തറവുൽ ലലാലത്ത ദുർമാർഗത്തെ അവർ വാങ്ങി എന്നാണ് ഇവിടെ നേരെ മായന. പക്ഷെ ദുർമാർഗത്തെ അവർ തിരഞ്ഞെടുത്തു, പകരമാക്കി എന്നാണ് ഇവിടത്തെ അർത്ഥം. നേരെ അർത്ഥം എന്താ? ദുർമാർഗത്തെ വാങ്ങി എന്നാണ്. ഇവിടെ മുറാദ് വാങ്ങി എന്നല്ല, ദൃഷ്ട്യാർത്ഥാണല്ലോ. പകരമാക്കി തിരഞ്ഞെടുത്തു എന്നാണ്. ബിൽഹുദാ, സന്മാർഗത്തിന് ലലാലത്തിനെ പകരമാക്കി. യഥാർത്ഥാർത്ഥം വാങ്ങി എന്നാണ്. ഫമാറബിഹ തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭിച്ചില്ലാത. ഇവിടെ നോക്ക്, ഇസ്തറൗ അല്ലേ? അവിടെ ഇസ്തിറാഇനെ വായ്പ വാങ്ങി, ലില്ലിസ്തിബ്ദാലി, ഇസ്തിബ്ദാലിക്ക് പകരമാക്കലിക്ക്. അപ്പോൾ ഇസ്തിറാ ഏതാണ്? മുസ്തആർ മിന്നു ആണ്. വല്ലിഖ്തിയാരി, ഇഖ്തിയാറിനും. എന്നിട്ട് സുമ്മ ഫുർരിഅ അലൈഹ,
എന്നിട്ട് ആ ഇസ്തിആറത്തിന്റെ മേൽ ഇത് ഇസ്തിബ്ദാല് ഇഖ്തിയാറിന് വേണ്ടി ഇസ്തിആറത്ത് നടത്തി. ആ ഇസ്തിആറത്തിന്റെ മേൽ ഫർആക്കി പറഞ്ഞു മായുലായിമുൽ ഇസ്തിറായിനോട് മുലായിമായ ഒന്നിനെ, യോജിച്ച ഒന്നിനെ. അതെന്താ? റിബ്ഹ് തിജാറത്തിനാൽ ലാഭവും കച്ചവടവും, വാങ്ങലിലും കൊടുക്കലിലുമാണല്ലോ ലാഭവും കച്ചവടം ഉണ്ടാകല്. ഫമാ റബിഹ തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭിച്ചില്ല. കണ്ടോ? അപ്പോ ഇസ്തിആറത്ത് മുറശ്ശഹയാണിത്. പിന്നെ ഫമാ റബിഹ തിജാറത്തുഹും എന്നത് അവിടെ ഒരു മജാസ് അഖ്ലിയുണ്ട്, അത് മറ്റൊരു അമ്ര. കാരണം റബിഹ എന്ന ഫീലിനെ ഇസ്നാദ് ചെയ്യേണ്ടത് ആളുകളിലേക്കാണ്. അവർ ഫമാ റബിഹു ഫീ തിജാറത്തിഹിം എന്നാണ് അവിടെ ഹക്കീക്കത്തിലുള്ളത്. എന്നിട്ട് കച്ചവടത്തിൽ അവർ ലാഭം സിദ്ധിച്ചില്ല. എന്നിട്ട് തിജാറത്തിലേക്ക് ഇസ്നാദ് ചെയ്തതാണ്. അത് മജാസ് അഖ്ലിയാണത് കേട്ടോ. അതൊക്കെ മജാസ് അഖ്ലിന്റെ മിസാലിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഫമാ റബിഹ തിജാറത്തുഹും ഇവിടെ എന്തായി? ഇവിടെ മുസ്നദിലൈഹി, റബിഹത്ത് മുസ്നദ്, അതിന്റെ ഹക്കീക്കിയ മഅനയിൽ ഇസ്തിമാൽ നടത്തി. തിജാറത്ത് മുസ്നദ് ഇലൈഹിയാണ്, അതിന്റെ ഹക്കീക്കിയായ മഅന അല്ല ഇവിടെ മുറാദ് കേട്ടോ. അതവിടെ പറയും. ഈ തൊറുഫാനി മജാസ് അഖ്ലിയിലെ തൊറുഫാനി മുസ്നദും മുസ്നദിലൈഹിയും അത് രണ്ടും മൗലൂഉ ലഹുവായ മഅനയിൽ ഉപയോഗിക്കാം, വൈറു മൗലൂഉ ലഹുവായ മഅനയിൽ രണ്ടിനെയും ഉപയോഗിക്കാം. ഒന്ന് ഹക്കീക്കിയും ഒന്ന് മജാസിയ മഅനയും ആവാന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഖദ് യജ്തമിആനി, ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് കൂടും. അയ്യ തജ്രീദു വ തർശീഹു, തജ്രീദും തർശീഹും രണ്ടും ഒരുമിച്ച് കൂടും. കഖൗലിഹി, ശായിറിന്റെ കൗല് പോലെ. എന്താണ്? ലദാ ആസദി ശാഖി സിലാഹി മുഖല്ലഫി ലഹു ലീബദുൻ അൽഫാറുഹു ലം തുഖല്ലബി. ലദാ അസദിൻ, ഞാനൊരു നരിയുടെ അടുക്കലാകുന്നു. അത് തന്നെയാണ് അവിടെ കരീനത്ത്. ഒറിജിനൽ നരിയുടെ അടുക്കൽ ഒരാള് നിൽക്കല് ഒരു ആദത്തനുസരിച്ച് മുഹാലാണ്. ഇത് ചൊല്ലിയ അന്നത്തെ കരീനത്താണ്ടത്. ഇന്ന് അസദിന്റെ മുന്നിലേക്ക് ആള് നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ ഗാലിബിലും എന്താണ് അങ്ങനെ വെക്കുമ്പോൾ, ഗാലിബിലും ഹഖീഖിയ അസദിന്റെ അടുക്കൽ ഒരു വ്യക്തി, ഒരു ശഖ്സ് നിൽക്കൽ സാധ്യമല്ല. അപ്പൊ ഞാനൊരു അസദിന്റെ അടുക്കലാണ് എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? അത് കരീനത്താണ്. അപ്പോ ഷാക്കിസിലാഹി, എങ്ങനത്തെ അസദ്? അപ്പൊ പിന്നെ ഈ അസദ് എന്ന് പറഞ്ഞത് ഹഖീഖിയ അസദല്ല, അസദിനെ പോലെ ധീരതയുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാകും. ഷാക്കിസിലാഹി, ആയുധങ്ങൾ പൂർത്തിയായ. ഹാദാ തജ്രീദുൻ, ഇത് തജ്രീദാണ്. കാരണം എന്താ? ലദ എന്നതിനെ അസദിലേക്ക് ഇവിടെ ദസൂക്കിയിൽ കാണാം. കൗലുഹു ഹാദാ തജ്രീദുൻ അയ്ലി അന്ന ഇളാഫത്ത ലദ ഇലൽ അസദി ഖരീനത്തുൻ. വഖൗലുഹു ലദാ അസദിൻ ഖബറു മഹ്ദൂഫിൻ തഖ്ദീറുഹു അന ലദാ അസദിൻ. അല്ലെങ്കിൽ ഔ ഖബറുൽ ലികാനൽ മഹ്ദൂഫത്തി മഅ ഇസ്മിഹ. ഈ ലദാ അസദിൻ എന്ന് പറഞ്ഞത് കളയപ്പെട്ട കാന ഇസ്മോട് കൂടെ അങ്ങനെ ചെയ്യല്ലോ. വയഹദിഫൂനഹ വയുബ്ഖൂനൽ ഖബർ വബഅദ ഇൻ വലഹു കസീറൻ നസ്തഹർ. ഖബറിനെ മാത്രം നിർത്തിയിട്ട് കാനിനെയും മന്റെ ഇസ്മിനെയും കളയാന്നാണല്ലോ പറഞ്ഞത്. എന്ത്? വയഹദിഫൂനഹ വയുബ്ഖൂനൽ ഖബർ വബഅദ ഇൻ വലഹു കസീറൻ നസ്തഹർ. അതാണ്
ഔ ഖബറുല്ലിക്കാരൽ മഅദൂഫത്തി മഅസ്മി ഐ അന കുന്തു ലദ അസദിൻ, ഞാനായിരുന്നു ഒരു അസദിന്റെ അടുക്കലായിരുന്നു, അങ്ങനെയും വെക്കാം. ആദാ തജ്രീദു ലി അന്നഹു, തീർച്ചയായിട്ടും ഈ ഷായിർ വസഫ് പറഞ്ഞു ബിമാ യുലായിമുൽ മുസ്തആറ ലഹു, മുസ്തആർ ലഹൂന് മുലായിമായ ഒന്നുകൊണ്ട്, അയിനി അർറജുല സുജാ, റജുൽ സുജായിനോട് മുലായിമാണല്ലോ ഷാക്കി സിലായി. ഹഖീഖിയാസത് സിലാഹുമായിട്ട് നടക്കൂല, ആയുധങ്ങളുമായിട്ട് നടക്കൂല, ആയുധങ്ങൾ പൂർത്തിയായ, അപ്പൊ അത് തജ്രീദായി. മുഖദ്ദഫിൻ, എങ്ങനത്തെ ഷാക്കി സിലാഹി? മുഖദ്ദഫിൻ, യുദ്ധത്തിൽ എറിയപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നവൻ, വീരപരാക്രമിയായ യോദ്ധാവ് എന്നർത്ഥം. ആ അർത്ഥം വെക്കുമ്പോൾ മുഖദ്ദഫിൻ എന്നുള്ളത് ഷാക്കി സിലാഹ്, അതും തജ്രീദിൽ ഉൾപ്പെടും. പിന്നെ ലഹു, എരി ലഹു, ആ അസദനുക്കുണ്ട്, ലിബദുൽ, ജടയുണ്ട്, ജടമുടിയുണ്ട് അതിന്റെ ചുമലിൽ, അൽഫാറുഹു ലം തുകല്ലമി, അതിന്റെ നഖങ്ങൾ തീരെ മുറിക്കപ്പെട്ടിട്ടില്ലാതെ. നഖം മുറിക്കാത്ത അസദ് ഹക്കീക്കി അസദ് തന്നെയാണല്ലോ. ആദാ തെർസിയും, ഇത് തെർസിഹാണ്. അന്ന ഹാദൽ വസ്ഫ ലഹു ലിബദുൻ അൽഫാറുഹു ലം തുകല്ലമി എന്ന് പറഞ്ഞത് മിമ്മാ യുലായിമു മുസ്തആറ മിന്നു, മുസ്തആർ മിന്നൂനോട് മുലായിമ ഇതിൽപ്പെട്ടതാണ്. അതിന് അല്ലസദൽ ഹക്കീക്കിയ. വല്ലിബദു, ലിബദ് എന്ന് പറഞ്ഞാൽ ജമ്മു ലിബദത്തിൽ, ലിബദത്തിന്റെ ജമ്മാണ്. വഹിയ ലിബദത്ത് മാ തലബദ മിൻ ശഅരിൽ അസദി, അസദിന്റെ മുടിയിൽ നിന്ന് ജട പിടിച്ചതാണ്. അലാ മങ്കി ബയ്യത്തിന്റെ രണ്ട് ചുമലിന്റെ മേൽ. വത്തക്ലീമു, തക്ലീമു എന്ന് പറഞ്ഞാൽ മുബാലഗത്തുൽ കൽമി, കൽമി നഖം മുറിക്കലിൽ കടുപ്പം കാണിക്കലാണ്. അപ്പൊ കല്ലമ എന്ന് പറഞ്ഞാൽ നഖം മുറിക്കലിൽ അതിര് കവിഞ്ഞൂത, കല്ലമ. വഹുവൽ ഖത്ഉ, കൽമ് എന്ന് പറഞ്ഞാൽ എന്താ? തക്ലീമ് മുബാലഗത്തുൽ കൽമി. ഇവിടെ തക്ലീമ് നിർത്തുകൊണ്ട് ഇവിടെ ലം തുക്കല്ലമി എന്ന് വായിക്കണം. കല്ലമ യുക്കല്ലിമു, കുല്ലിമ യുക്കല്ലമു തുക്കല്ലമു, കൽമിൽ അതിര് കവിയുക. വഹുവൽ ഖത്ഉ, കൽമ് എന്ന് പറഞ്ഞാൽ ഖത്ഉ എന്നാണ്. അപ്പോൾ ഫഅല വസ്ന് എന്താവും? മുബാലഗത്തിന് വരും. തഅദിയത്തിന് അല്ല ഇവിടെ ഉള്ളത്, മുബാലഗത്ത്. ഫഅല വസ്ന് പലതിലും വരുമല്ലോ. ഇവിടെ വന്നത് ഈ കല്ലമ എന്നുള്ളത് മുബാലഗത്തുൽ കൽമ്. എന്തായപ്പോ കല്ലമ എന്ന് പറഞ്ഞാൽ നഖം മുറിക്കലിൽ അതിര് കവിഞ്ഞൂന്ന. അപ്പോ മാ കല്ലമ എന്ന് പറഞ്ഞാലോ നഫി, നഖം മുറിക്കലിൽ അതിര് കവിഞ്ഞിട്ടില്ല, അപ്പൊ നഖം മുറിക്കാന്നായി. അങ്ങനെയാവുമ്പോ ലം തുക്കല്ലമീന്റെ അർത്ഥം എന്താകും? നഖം മുറിക്കലിൽ അതിര് കവിഞ്ഞിട്ടില്ല, അപ്പൊ നഖം മുറിക്കലുണ്ട് എന്നാകും. എന്നാണ് അതിന്റെ നേരെ ഹക്കീക്കിയായ മാന വരിക. പക്ഷെ ഇവിടെ എന്താണ്? ലം തുക്കല്ലമി, തീരെ നഖം മുറിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം തക്ലീമ് എന്ന് പറഞ്ഞാൽ മുബാലഗത്തുൽ കൽമാകുമ്പോൾ നഫി, അതിൽ നഫിന്റെ അകത്ത് കടക്കുമ്പോൾ മുബാലഗത്തുൽ കൽമ് ഇല്ല, കൽമിൽ കടുപ്പം കാണിച്ചിട്ടില്ല എന്നാണ് വരിക. അപ്പോ മുബാലഗത്തിന് നഫി ചെയ്യലാണത്. പക്ഷെ ഇവിടെ മുബാലഗത്തിനെ അല്ല നഫി. മുബാലഗത്തിന് നഫി ചെയ്യുമ്പോൾ അപ്പോ എന്താണ്? കല്ലമ നഖം മുറിക്കലിൽ അതിര് കവിഞ്ഞു. മാ കല്ലമ നഖം മുറിക്കലിൽ അതിര് കവിഞ്ഞിട്ടില്ല. അപ്പൊ ലംതു കല്ലമീന്റെ മാൻ എന്താകും? അതിര് കവിഞ്ഞ് നഖം മുറിച്ചിട്ടില്ല എന്നാകും. അപ്പൊ നഖം മുറിച്ചിട്ടുണ്ട്, അതിര് കവിഞ്ഞിട്ടില്ല എന്നാകും. അത് ഹക്കീക്കി അസദിനോട് മുലായിമ് ആവൂല. ഇവിടെ അസദിനോട് മുലായിമാണെങ്കിൽ തീരെ നഖം മുറിച്ചിട്ടില്ല എന്ന് വെക്കണം. അതാണ് മുബാലഗത്തിന് നഫി ചെയ്യല്
ചിലപ്പോൾ നഫീലുള്ള മുബാലകത്ത് ആയിട്ടും ഉപയോഗിക്കും. നഫീലുള്ള മുബാലകത്ത് മുറിക്കാത്തതിൽ അതിര് കവിയുക. അപ്പൊ അതിര് കവിയിലുണ്ട്. ഇവിടെ നഫി എന്തിനാണ്? നഫിയിലാണ് മുബാലകത്തുള്ളത്. മുബാലകത്തിന് നഫി അല്ല, നഫിയിൽ മുബാലകത്ത്. അവിടെ അത് സൂക്കിയിൽ കാണാം. ഈ അന്ന നഫിയൽ മുബാലകത്തി, മുബാലകത്തിന് നഫി ചെയ്യൽ എരിതു കസീറം ഫീ കലാമിൽ അറബി മുറാദം മിന്നു അൽ മുബാലകത്ത ഫിൻ നഫി, നഫിയിലുള്ള മുബാലകത്ത് ഉദ്ദേശിക്കും. അങ്ങനെ വരലുണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്തും ഇസ്ബാത്തിലും മുബാലകത്ത്, നഫിയിലും മുബാലകത്ത്. കല്ലമ എന്ന് പറഞ്ഞാൽ എന്ത്? അതിര് കവിഞ്ഞ് നഖം മുറിച്ചു. മാക്കല്ലമ നഖം മുറിക്കാത്തതിൽ, നഖം മുറിക്കാതിരിക്കുന്നതിൽ അതിര് കവിഞ്ഞു. അങ്ങനെ അങ്ങനെ വരും. അപ്പൊ തീരെ മുറിച്ചിട്ടില്ല. അത് സൂക്ക് ചെയ്താല് 133 നോക്കിയാൽ കാണാം. എന്ത്? കബീലിൽ മുബാലകത്ത് ഫിൻ നഫി, നഫിയിലുള്ള മുബാലകത്തിന്റെ കബീലിൽപ്പെട്ടതാവാം. അന്ന നഫിയൽ മുബാലകത്ത്, മുബാലകത്തിന് നഫി ചെയ്യൽ എരിതു കസീറം ഫീ കലാമിൽ അറബി, അറബി കലാമിൽ അധികരിച്ചുമ്പോഴും മുറാദം മിന്നു അൽ മുബാലകത്തു ഫിൻ നഫി വഹീനയും ഫൽമാന അൽഫാറുഹു, ആ അസദിന്റെ അൽഫാറ് ഇന്തഫാ തക്ലീമുഹ, ആ അൽഫാറിനെ മുറിക്കൽ ഇല്ലാതെയായി. ഇന്തിഫാൻ മുബാലകൻ, ഇന്തിഫാൻ ഒരു ഇല്ലായ്മ. എങ്ങനത്തെ ഇന്തിഫാ? മുബാലിഗൻ ഫീഹി, അതിൽ അതിര് കവിഞ്ഞത്. അപ്പൊ അതിര് കവിഞ്ഞ ഇല്ലായ്മ. അപ്പൊ മുറിക്കാതിരിക്കൽ അതിര് കവിഞ്ഞു എന്ന് പറഞ്ഞാൽ തീരെ മുറിച്ചിട്ടില്ല എന്നാവും അർത്ഥം. അതവിടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ തെർശീഹാവുന്നത് ഇപ്പൊ 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഏതാ 3 എണ്ണം? മുത്തുലക്ക, മുജറദ 2, മുറശഹ 3. മുത്തലക്ക എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ മുലായിം ഉണ്ടാവില്ല. റഅയ്തു അസദൻ, എർമി കരീനത്തായിട്ട് കൂട്ട്. മുജറദ എന്ന് പറഞ്ഞാലോ മുസ്തആര് ലഹൂന മുലായിമ ഉള്ളത്. മുറശഹ മുസ്തആർ മിന്നൂന മുലായിമ ഉള്ളത്. ഈ വത്തർശീഹു, തെർശീഹ് അബ്ലഹു മിനൽ ഇത്ലാഖി, തെർശീഹാവുന്നത് അബുലഹു, അത് ഇസ്മു തഫ്ളീലാണ്. അത് ബലാഗത്തിൽ ശക്തി കൂടിയതാണ്. അതായത് മുക്തൽ ഹാലിനോട് യോജിക്കലാൽ കടുപ്പം കൂടിയത് ഏതാണ്? തെർശീഹാണ്. 3 ബലീഗായ കലാമാണെങ്കിലും ഏത്? ഇസ്തിആറത്ത് തന്നെ ഒരു ബലീഗായ കലാമാണ്. ആ ഇസ്തിആറത്തിൽ രണ്ടിന്റെ മുലായിമ ഇല്ല. അങ്ങനെ സംസാരിക്കൽ ബലീഗായ കലാമാണ്. മുസ്തആർ ലഹൂന മുലായിമയോടുകൂടി മക്കാമ് നോക്കിയിട്ടാലത് പറയല്, അതും ബലീഗായ കലാമ് തന്നെ. എല്ലാം ഒന്നാണല്ലോ. ഇവിടെ റജുലു ശുജാഇന് വേണ്ടി അസദിനെ പ്രയോഗിച്ചു അല്ലെ? ഇവിടെ വിഷയം ഒന്നാണ്. അസ്ലു മുറാദ് എന്താണ്? അസ്ലു മുറാദ് ഒരു ധീരനായ റജുലിനെ കണ്ടു എന്നാണ്. അവിടെ ആ റജുലിനെ ഒരു ഹക്കീക്കിയ അസദിനോട് തശ്ബീഹാക്കിയിട്ട് റഅയ്തു അസദൻ എന്ന് പറഞ്ഞു. ഈ റഅയ്തു അസദൻ എന്നുള്ളത് ഒരു മുത്തക്കല്ലിമ് 3 നിലക്ക് സംസാരിക്കും. ഒന്ന്, രണ്ടിന്റെയും മുലായിമില്ലാതെ സംസാരിക്കും. ഇവിടെ മക്കാമ് ഒന്നായിരിക്കും. മക്കാം എന്താ? ഈ റജുലു ശുജാഇനെ ഒരു ഹക്കീക്കാസിനോട് തശ്ബീഹാക്കി പറയൽ, എന്നിട്ട് ഈ മുശബ്ബഹിന്റെ സ്ഥാനത്ത് മുശബ്ബഹ് ബിഹിനെ പ്രയോഗിക്കലിനെ മക്കാമ് തേടും. അങ്ങനത്തെ മക്കാമിലാണ് ഇത് പ്രയോഗിക്കുള്ളൂ. അല്ലാതെ വെറുതെ അങ്ങോട്ട് പോയിട്ട് ഒരു റജുലു ശുജാഇനെ കണ്ടു എന്ന് പറഞ്ഞോളത്ത് ഞാൻ അസദിനെ കണ്ടു എന്നൊന്നും പറയൂല. മക്കാമ് ഇവിടെ മുശബ്ബഹിന്റെ സ്ഥാനത്ത് മുശബ്ബഹ് ബിഹിനെ
പ്രയോഗിക്കലിന്റെ മക്കാമ് തേടുന്നുണ്ട്. അങ്ങനത്തെ മക്കാമ് ആവശ്യപ്പെടുമ്പോഴാണ് ഈ മുശബ്ബഹിന്റെ സ്ഥാനത്ത് മുശബ്ബഹ് ബിഹിനെ പ്രയോഗിക്കുകയുള്ളൂ. അങ്ങനെ പ്രയോഗിക്കൽ ബലീഗായ കലാമാണ്. അങ്ങനെ പ്രയോഗിക്കുന്ന സമയത്ത് ഈ മുത്തക്കല്ലിം ഇവിടെ മക്കാമ് നോക്കിയിട്ട് ചിലപ്പോൾ രണ്ടിന്റെ മുലായിമിനെയും പറയാതിരിക്കും, ചിലപ്പോൾ മുസ്തആർ ലഹൂന്റെ മുലായിമ മാത്രം പറയും. അതൊക്കെ മക്കാമ് നോക്കിയിട്ടാണ്. ചിലപ്പോൾ മുസ്തആർ മിന്നൂന മുലായിമ പറയും, ചിലപ്പോൾ രണ്ടിന്റെ മുലായിമ പറയും. ഇതൊക്കെ മക്കാമ് നോക്കിയിട്ടാണ്. അതേ ഈ മക്കാമുകളിൽ ഏത് മക്കാമുണ്ട്? മക്കാമ് ഇവിടെ മുശബ്ബഹിന്റെ സ്ഥാനത്ത് മുശബ്ബഹ് ബിഹീനെ പറയലിനെ മക്കാമ് തേടുന്നു. അപ്പൊ മുശബ്ബഹിനെ പറയാതെ മുശബ്ബഹ് ബിഹിയെ മാത്രം പറയുന്നു. അതാണ് ഇവിടെ മക്കാമ് തേടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കുന്നത്. അത് ബലീഗായ കലാമാണ്. അവിടെ പിന്നെ മക്കാമിനനുസരിച്ച് ചിലപ്പോൾ മുസ്തആർ ലഹൂന മുലായിമ പറയും. അപ്പോൾ അതെന്തായി? മുജറദയായി. ചിലപ്പോൾ രണ്ടിന്റെ മുലായിമ പറയൂല. അപ്പോൾ അതെന്തായി? മുത്തലക്കയായി അല്ലേ? അപ്പോൾ അത് മുത്തലക്കത്താവും. ചിലപ്പോൾ മുസ്തആർ മിന്നൂന മുലായിമ പറയും. അപ്പോൾ അത് മുറശഹയുമായി. രണ്ടിന്റെ മുലായിമയും പറയും. അത് മുത്തലക്കത്തിന്റെ സ്ഥാനത്തും ആകും. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും ബലീഗായ കലാം ഏതാണ്? അത് ഇസ്തിആറത്ത് മുറശഹയാണ്. അതാണ് പറഞ്ഞത് എന്ത്? വത്തർശീഹു അബുലഹു. തർശീഹ് ഏറ്റവും ബലീഗായ കലാമാണ്. ഏറ്റവും ബലീഗായ കലാമാണ്. അതേ സമയത്ത് മുജറദയും ബലീഗായ കലാമ് തന്നെയാണ്. പിന്നെ രണ്ടും ഒരുമിച്ച് കൂടിയാലും ബലീഗായ കലാമാണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതും ബലീഗായ കലാമ് തന്നെയാണ്. മുറശഹാണ് ഏറ്റവും ബലീഗായ കലാമ്. മിനൽ ഇത്ലാഖ്, ഇത്ലാഖിനേക്കാൾ, തജ്രീദിനേക്കാളും, വമിൻ ജമ്മി തജ്രീദി വത്തർശീഹി, തജ്രീദും തർശീഹും ഒരുമിച്ച് കൂടിയതിനേക്കാളും. അതെന്താണ്? ഇസ്തിമാലിഹി, ഈ മുറശഹ ചുറ്റിയതിനു വേണ്ടി, അലാ തഹഖീഖിൽ മുബാലഗത്തി, മുബാലഗത്തിനെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിന്റെ മേലില്, അത് ഉൾക്കൊണ്ടതിന് വേണ്ടി, ഫി തശ്ബീഹി, തശ്ബീഹിലുള്ള മുബാലഗത്തിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ മേലില് അത് ഉൾക്കൊണ്ടതിന് വേണ്ടി. കാരണം അന്ന ഫിൽ ഇസ്തിആറത്തി, തീർച്ചയായിട്ടും ഇസ്തിആറത്തിലുണ്ട്, മുബാലഗത്തം ഫി തശ്ബീഹി, തശ്ബീഹിൽ ഒരു കടുപ്പം കാണിക്കലുണ്ട്. കാരണം എന്താ? ഇവിടെ ഒരു ഉദാഹരണം പറയാണ്. അർറജുലു സുജാഇനെ അസദിനോട് തശ്ബീഹാക്കിയതാണല്ലോ ഇവിടെ അസിലിൽ ഉള്ളത് അതാണല്ലോ. എന്നിട്ട് ആ അർറജുലു സുജാഇന്റെ സ്ഥാനത്ത് മുശബ്ബഹായ അർറജുലു സുജാഇന്റെ സ്ഥാനത്ത് മുശബ്ബഹ് ബിയായ അസദിനെ പറയൽ തന്നെ തശ്ബീഹിലുള്ള ഒരു മുബാലഗത്താണ്. ഇവിടെ തശ്ബീഹാണ് അസിലിൽ ഉള്ളത്. റഅയ്തു അസദ് എന്ന് പറഞ്ഞാൽ അസദിനെ പോലെയുള്ള ധീരനായ ഒരു പുരുഷനെ കണ്ടു എന്നാണല്ലോ അവിടുത്തെ അർത്ഥം. അപ്പോ ഇവിടെ റജുലു സുജാഇനെ അസദിനോട് തശ്ബീഹാക്കി. ആ തശ്ബീഹിലുള്ള ഒരു മുബാലഗത്ത് ഇസ്തിആറത്തിലുണ്ട്. അതെങ്ങനെ? ഈ റജുലു സുജാഇനെ പറയുന്നിടത്ത് അസദ് എന്നാ പറഞ്ഞത്. അതായത് റജുലു സുജാഇ മുശബ്ബഹിനെ മുശബ്ബഹ് ബിഹിന്റെ ജിൻസിൽ പെടുത്തി പറയുമ്പോൾ ആ ഇസ്തിആറത്തിൽ തന്നെ എന്തുണ്ട്? മുബാലഗത്തുണ്ട്. എന്നിട്ട് പിന്നെ ഈ അസദിന്റെ മുലായിമയും കൂടി പറയുമ്പോഴോ തശ്ബീഹിന് ശക്തി കൂടും. ആ തശ്ബീഹിന്റെ ശക്തി കൂട്ടി. അപ്പൊ ഇസ്തിആറത്തിൽ മുബാലഗത്തുണ്ട് തശ്ബീഹിൽ. ഫതർശീഹുഹ, ആ മുബാലഗത്തുള്ള ഇസ്തിആറത്തിനെ, തശ്ബീഹിൽ മുബാലഗത്തുള്ള ഇസ്തിആറത്തിനെ ശക്തിപ്പെടുത്തൽ, ബിമായുലായിമുൽ മുസ്തആറ മിന്നു, മുസ്തആർ മിന്നൂനോട് മുലായിമായ ഒന്നുകൊണ്ട് ശക്തിപ്പെടുത്തൽ, തഹ്ഖീഖുല്ലി ദാലിക വ തഖ്വിയത്തുൽ ലഹു എന്നാണ് പറഞ്ഞത്. തഹ്ഖീഖുല്ലി ദാലിക, ആ മുബാലഗത്തിനെ ഒന്ന് ശക്തിപ്പെടുത്തലുണ്ട്. തഹ്ഖീഖുല്ലി ദാലിക വ തഖ്വിയത്തുൽ, ആ മുബാലഗത്തിനെ ഒന്ന് ശക്തിപ്പെടുത്തലുണ്ട്. രണ്ടും ഒന്ന് തന്നെ കേട്ടോ.
ഇതാണ് പറഞ്ഞത്. പിന്നെ അപ്പൊ എന്തായി? അതുകൊണ്ടാണ് ഏറ്റവും ബലീഗായ കലാമ് മുറശഹ ആയത്. മുഖ്തസർ 285 പേജ് 400. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ സറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഈലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമി ഇത്ബിയാൻ മിൻ മത്താലിഇൽ മസാനി ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراءة ومبناها على تناسي التشبيه حتى أنه يبنى على علو القدر ما يبنى على علو المكان كقوله. പറഞ്ഞു വന്നത് ഇസ്തിആറത്ത് മറ്റൊരു ഇത്തിബാറിൽ 3 കിസ്മാണ്. ഒരു കിസ്മ് മുത്ലഖത്ത്, മറ്റത് മുജറദത്ത്, മുറശഹത്ത്. മുറശഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ കുരിന ബിമാ യുലായിമുൽ മുസ്തആറ മിൻഹു. മുസ്തആർ മിൻഹുനോട് മുലായിമായ ഒന്നിനോട് അന്വരിച്ചത്. അപ്പോൾ ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മുശബ്ബഹിന് വേണ്ടി മുശബ്ബഹ് ബിഹിയെ ഇസ്തിഇമാൽ ചെയ്യലാണ്. ഒരു ധീരനായ റജുലിനെ കണ്ടു എന്ന് പറയുന്നോടത്ത് അസദിനെ കണ്ടു, സിംഹത്തിനെ കണ്ടു, അല്ലെങ്കിൽ നരിയെ കണ്ടു എന്ന് പറയാനാണല്ലോ. എന്നിട്ട് ഈ അസദിനോട് മുസ്തആർ മിൻഹു ആയ അസദിന്റെ മുലായിമകൾ പറയുമ്പോൾ ലഹു ലിബദുൻ റഅയ്തു അസദൻ ലഹു ലിബദുൻ അൽഫാറുഹു ലം തുകല്ലമി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹഖീഖിയായ അസദ് എന്ന രൂപത്തിലാണ് സംസാരം ഇസ്തിആറത്ത് മുറശഹയിൽ. അപ്പോ ഇതിന്റെ മാനദണ്ഡം എന്താണ്? അതാ പറയുന്നത്. മബ്നഹ ഐ മബ്നൽ ഇസ്തിആറത്തി തർശീഹിയത്തി. അൽ ഇസ്തിആറത്തു തർശീഹത്തിന്റെ ഉത്ഭവ സ്ഥാനം, അതിന്റെ അടിത്തറ ഏതിന്റെ മേൽ എടുത്തിട്ടാണ് ഇസ്തിആറത്ത് മുറശഹത്ത് പ്രയോഗിക്കൽ? അത് അലാ തനാസി തശ്ബീഹി. മബ്നാഹു എന്ന് പറഞ്ഞാൽ ഐ വൽ അംറു അല്ലദീ ബുനി അലൈഹി തർശീഹു. തർശീഹിനെ ഏതൊന്നിന്റെ മേലിലാണോ എടുക്കപ്പെട്ടത് അത് അലാ തനാസി തശ്ബീഹി. തശ്ബീഹ് എന്ന കാര്യം, ഈ കലാമിൽ ഒരു തശ്ബീഹ് നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ കാര്യം മറന്നിട്ടുണ്ട് എന്നുള്ള തോന്നിപ്പിക്കലിന്റെ മേലിലാണ്. മറന്നു എന്ന് തോന്നിപ്പിക്കുക, തശ്ബീഹിനെ മറന്നു എന്ന് തോന്നിപ്പിക്കും. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ അർറജുലു ശുജാഇനെ അസദിനോട് തശ്ബീഹാക്കിക്കാണ്. റഅയ്തു അസദൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ കരീനത്തുണ്ടെങ്കിൽ അസദിനെ പോലത്തെ ഒരു മനുഷ്യനെ കണ്ടു എന്നാണല്ലോ. ആ തശ്ബീഹിനെ പാടെ മറന്നു എന്ന് തോന്നിപ്പിക്കുക. റഅയ്തു അസദൻ ലഹു ലിബദുൻ അൽഫാറുഹു ലം തുകല്ലമി. നഖങ്ങൾ തീരെ മുറിക്കപ്പെടാത്ത, ചുമലിൽ ജടയുള്ളതായ അസദിനെ കണ്ടു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തശ്ബീഹേ നടന്നിട്ടില്ല എന്ന് തോന്നിപ്പിക്കലാണ്. ആ തോന്നിപ്പിക്കലിന്റെ മേലിലാണ് ഇസ്തിആറത്ത് മുറശഹിന്റെ അടിത്തറ. വദ്ദിആഇ വാദിക്കലിന്റെ മേലിലുമാണ്. അന്നൽ മുസ്തആറ ലഹു, പറഞ്ഞ ഉദാഹരണത്തിൽ മുസ്തആർ ലഹു ആയ അർറജുലു ശുജാഅ് നഫ്സുൽ മുസ്തആരി മിൻഹു. മുസ്തആർ മിൻഹു തന്നെയാണ്. ഈ റജുലു ശുജാഅ് അസദ് തന്നെയാണ്. ലാ ശൈഉൻ ശബീഹുൻ ബിഹി. ഈ
മുസ്തആറു മിന്നൂനോട് തുല്യമായ ഒന്നല്ല എന്ന് തോന്നിപ്പിക്കലിന്റെ മേലിലാണ്. അപ്പൊ റഅയ്തു അസദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ഹഖീഖി അസദ് അല്ലല്ലോ, റജുലു ശുജാ ആണ്. അപ്പോ റജുലു ശുജാ ഈ അസദിനോട് ശബീഹായ ഒരു സാധനമേ അല്ല, അസദ് തന്നെയാണ് എന്ന് വാദിക്കലിന്റെ മേലിലുമാണ് ഇസ്തിആറത്ത് മുറശഹയുടെ അടിത്തറ. അപ്പോൾ ഈ റജുല്, ഈ അർറജുലു ശുജാ, ധീരനായ റജുല്, അത് കേവലം ഒരു റജുലല്ല, അതാരാണ്? അസദ് തന്നെയാണ്, ഹഖീഖി അസദ് തന്നെയാണ് എന്ന് ഇവിടെ ഒരു തശ്ബീഹേ നടന്നിട്ടില്ല എന്ന രൂപത്തിൽ പ്രകടിപ്പിക്കുക. അതാണ് തശ്ബീഹ് ഇവിടെ നടന്നിട്ടില്ല. ഈ റജുലു ശുജാ അസദിനോട് തുല്യമായ ഒന്നല്ല, പിന്നെ അസദ് തന്നെയാണ് എന്ന് വാദിക്കലിന്റെ മേലിലുമാണ്. അപ്പോൾ പിന്നെ യഥാർത്ഥ അസദിന്റെ മുലായ്മയെ പറയാൻ ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഹത്താ എത്രത്തോളം അന്നഹു കാര്യം യുബ്ന എടുക്കപ്പെടും അലാ ഉൽവിൽ ഖദിരി, അലാ ഉൽവിൽ ഖദിരി, ഖദർ പദവി, പദവിയുടെ ഉയർച്ചയുടെ മേൽ എടുക്കപ്പെടും. ഒരാളുടെ പദവി ഇങ്ങനെ ഉയരുകയാണ്, പദവിയുടെ ഉയർച്ചയുടെ മേൽ എടുക്കപ്പെടും. അല്ലത് എങ്ങനത്തെ ഉൽവുൽ ഖദർ, പദവിയുടെ ഉയർച്ച, ഇസ്തആറു ലഹു, ആ പദവിയുടെ ഉയർച്ച, അതായത് ഉൽവുൽ ഖദറിന് വേണ്ടി വായ്പ വാങ്ങപ്പെടും ഉൽവുൽ മക്കാനിനെ. ഏത് ഉൽവുൽ മക്കാൻ? സ്ഥലം, ഇങ്ങനെ മക്കാനിയായ ഉയർച്ച. അപ്പോ പദവിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മക്കാനിലുള്ള ഉയർച്ചയെ എന്താണ് വായ്പ വാങ്ങപ്പെടുകയാണ്. ഇങ്ങനെ കയറി 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 ഇങ്ങനെ പോവുക, അതാണ് മക്കാനിയായ ഉയർച്ച. അപ്പൊ ഉയർന്ന സ്ഥലം എന്നർത്ഥം. അപ്പൊ ഉയർന്ന സ്ഥലം, സ്ഥലത്തിൽ നിന്നുള്ള ഉയർച്ചയെ വായ്പ വാങ്ങപ്പെടുക. ആ ഉൽവുൽ മക്കാന് കേട്ടോ, ഉൽവുൽ മക്കാനിനെ ഉൽവുൽ ഖദറിന് വേണ്ടി വായ്പ വാങ്ങപ്പെടും. അങ്ങനത്തെ ഉൽവുൽ ഖദറിന്റെ മേൽ എടുക്കപ്പെടും. മായുബ്ന അല ഉൽവിൽ മക്കാനി, മക്കാനിയായ ഉൽവിന്റെ മേൽ എടുക്കപ്പെടുന്നത്. അതായത് മക്കാനിയായ ഉൽവ്, സ്ഥല സംബന്ധമായ സ്ഥലത്താലുള്ള ഉയർച്ച. അയാളിങ്ങനെ സ്ഥലം കയറി കയറി മല കയറി കയറി ഇങ്ങനെ പോവുകയാണ്. അപ്പോ ഒരാള് ഒരു കുന്നിങ്ങനെ കയറിപ്പോകുമ്പോൾ അതിനോട് യോജിച്ച ചില വിഷയങ്ങൾ ഉണ്ടല്ലോ, അതിനെ ഏതിന്റെ മേൽ എടുക്കപ്പെടും? ഈ മുസ്തആറു ലഹു ആയ പദവിയുടെ ഉയർച്ചയുടെ മേൽ എടുക്കപ്പെടും. കാരണം ഇവിടെ ഇസ്തിആറത്ത് തശ്ബീഹ് മറന്നുപോയി. ഇവിടെ പറഞ്ഞ ഉൽവുൽ ഖദർ അല്ല, ഉൽവുൽ മക്കാന് തന്നെയാണ്. സംഗതി ഇവിടെ ഉൽവുൽ ഖദറിനെ ഉൽവുൽ മക്കാനിനോട് തശ്ബീഹാക്കി, ആ ഉൽവുൽ ഖദർ പദവിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉൽവുൽ മക്കാനിനെ വായ്പ വാങ്ങി. അപ്പോൾ ഉൽവുൽ ഖദർ ഉൽവുൽ മക്കാന് തന്നെയാണ് എന്ന് വാദിക്കുകയാണ്. രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അപ്പോൾ ഉൽവുൽ മക്കാനിന്റെ മേൽ എന്തെല്ലാം തുടർന്നു വരുന്നുവോ അതൊക്കെ ആർക്കും തുടർന്നു വരും, ഉൽവുൽ ഖദറിനും തുടർന്നു വരും. കാരണം അത് ഇത് തന്നെയാണല്ലോ. ഉൽവുൽ മക്കാന് ഉൽവുൽ ഖദർ ഉൽവുൽ മക്കാൻ തന്നെയാണെന്നുള്ള വാദം. അപ്പോ ഉൽവുൽ മക്കാനിന് എന്തെല്ലാം തുടർന്നു വരുന്നുണ്ടോ അതെല്ലാം ഉൽവുൽ ഖദറിനും തുടർന്നു വരും. അതാണ് മാ യുബ്ന അലാ ഉൽവിൽ മക്കാനി. കഖൗലിഹി, ഷായറിന്റെ കൗല് പോലെ. എന്താണ്? വയസ്അദു ഹത്താ ലദന്നൽ ജഹൂലു ബിഅന്ന ലഹു ഹാജത്തൻ ഫിസ്സമാഇ.
വയസ്അദു സഇദ യസ്അദു, ആ മംദൂഹ് ഇങ്ങനെ കയറിപ്പോകുന്നു. ഹത്താല വന്നൽ ജഹൂല്, എത്രത്തോളം വിഡ്ഢികൾ വിചാരിക്കും അത്രത്തോളം. ഹത്ത ലവന്നാനും ഹത്ത യളുന്നു, ഇങ്ങനെ രണ്ട് നുസ്ഖ ഉണ്ട് അവിടെ. ഹത്ത ലവന്നൽ ജഹൂലു ഹത്ത യളുന്നുൽ ജഹൂലു, ജഹൂല് വിഡ്ഢികൾ വിചാരിക്കുന്നത് വരെ. എന്ത്? ഈ അന്നലുഹു, ഈ മംദൂഹിനുണ്ട് ഹാജത്തം ഫി സമായി, ആകാശത്തിൽ ഒരാവശ്യമുണ്ട്. അപ്പോ മംദൂഹ് ഇങ്ങനെ കയറി 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 ആകാശത്തിലേക്ക് എത്താനായിട്ടുണ്ട്. ബി അന്നലുഹു ഹാജത്തം ഫി സമായി എന്ന് പറഞ്ഞത് ഈ മക്കാനിയായ ഉൽവിന്റെ മേൽ തുടർന്ന് വന്ന കാരണമാണ്. അപ്പൊ മുറശഹയാണ്, ഇവിടെ ഇസ്തിആറത്ത് മുറശഹയാണ്. അതായത് ഇവിടെ ഇസ്തിആറ സുഊദ, സുഊദിനെ വായ്പ വാങ്ങി. സുഊദ് കേട്ടോ, സുഊദിനെ ഇസ്തിആറത്ത് നടത്തി. ആർക്ക്? ഉൽവിൽ ഖദരി, ഈ ഉൽവുൽ ഖദറിനുക്ക് പദവിയുടെ ഉയർച്ച. അപ്പോ സുഊദ് എന്നുള്ളത് ഒരു ഹിസ്സിയാണ്, പദവി എന്നുള്ളത് മാനവിയുമാണ്. അത് ഹിസ്സു കൊണ്ടറിയപ്പെടുന്ന കാര്യമല്ല. സുഊദ് എന്നുള്ളതോ അത് ഹിസ്സു കൊണ്ടറിയപ്പെടും. സുഊദിനെ ഉൽവുൽ ഖദറിനുക്ക് വായ്പ വാങ്ങി. അപ്പോൾ ഇവിടുത്തെ മുറാദുമാൻ എന്താണ്? യസ്അദു, അദ്ദേഹത്തിന്റെ പദവി ഇങ്ങനെ ഉയരുന്നു എന്നാണ് ഇവിടുത്തെ മുറാദുമാന. യസ്അദു കയറിപ്പോകുന്നു. ആ സുഊദിനെ ഉൽവുൽ ഖദറിന് വായ്പ വാങ്ങി. സുഊദ് സ്ഥലം കയറലാണ് സുഊദ് എന്ന് പറഞ്ഞാൽ. ഇദാ സഇദൽ ഖത്തീബു അലൽ മിമ്പർ, ഖത്തീബ് മിമ്പറിൽ ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ഒരു സ്റ്റെപ്പ്, രണ്ടാം സ്റ്റെപ്പ്, മൂന്നാം സ്റ്റെപ്പ്. ഇദാ സഇദൽ ഖത്തീബു അലൽ മിമ്പരി ഫലാ യതകല്ലമന്ന അഹദുൻ ഫമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമുഅത ലഹു, അവർക്ക് ജുമുഅല്ല. അവിടെ ആ സുഊദ് എന്താണ്? സ്റ്റെപ്പ് കയറലാണ് അല്ലേ? മിമ്പറിന്റെ സ്റ്റെപ്പുകൾ കയറുക. വല്ലിർതിഖാഇ ഫീ മദാരിജിൽ കമാലി, പൂർണ്ണതയുടെ സ്റ്റെപ്പുകളിൽ കയറലിരിക്കും വായ്പ വാങ്ങി. ആരെ? സുഊദിനെ. അപ്പൊ ഇവിടെ സുഊദ് യസ്അദു എന്നുള്ളത് എന്താണ്? അത് മുസ്തആർ മിൻഹു ആണ്. ഉൽവുൽ ഖദറാണ് മുസ്തആർ ലഹു, ഉൽവുൽ ഖദർ. സുമ്മ ബുനിയ ബന, ഈ ഷായിർ എടുത്തു അലൈഹി, ഏതിന്റെ മേലില്? ഈ ഉൽവുൽ ഖദറിന്റെ മേൽ എടുത്തു പറഞ്ഞു. വയസ്അദു, അദ്ദേഹം ഇങ്ങനെ സ്ഥാനം ഉയരുന്നു എന്നാണ് അവിടുത്തെ അർത്ഥം. മാ യുബ്ന അലാ ഉൽവിൽ മക്കാനി, ഉൽവുൽ മക്കാനിന്റെ മേൽ എടുക്കപ്പെടുന്ന ഒന്ന്. അതായത് ഉൽവുൽ മക്കാനിന്റെ മേൽ തുടർന്ന് പറയപ്പെടുന്ന ഒന്ന്. ഉൽവുൽ മക്കാനിന്റെ മേൽ തുടർന്ന് പറയപ്പെടുന്ന ഒന്ന്. വല്ലിർതിഖാഇ ഇലസ്സമായി, ആകാശത്തിലേക്കുള്ള കയറലിന്റെ മേലിലും ആകാശത്തിലേക്കുള്ള കയറ്റത്തിന്റെ മേലിലും തുടർന്ന് പറയപ്പെടുന്ന ഒന്ന്. അതെന്താ ആ തുടർന്ന് പറയപ്പെടുന്നത്? സുഊദിന്റെ മേൽ, ഉൽവുൽ മക്കാനിന്റെ മേൽ എടുക്കപ്പെടുന്നത് മില്ലന്നിൽ ജഹൂലി, ജഹൂല് തന്നെ ചെയ്യലിനാൽ. അന്നലുഹു ഹാജത്തൻ ഫിസ്സമായി, അദ്ദേഹത്തിലേക്ക് ആകാശത്തിലൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബൈത്തിൽ ഹത്തായ യളുന്നുൽ ജഹൂലു ബി അന്നലുഹു ഹാജത്തൻ ഫിസ്സമായി എന്ന് പറഞ്ഞത്, അത് ഈ സുഊദ് സ്റ്റെപ്പ് കയറലിനോട് മുനാസിബായ കാര്യങ്ങളാണ്. ആകാശത്തിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ കയറി കയറി ആകാശത്തിന്റെ
അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു ആവശ്യം അദ്ദേഹത്തിനുണ്ട്. അത് ഉൽവുൽ മക്കാനിനോട് മുനാസിബാണല്ലോ. അതിനെ എന്തിനു പറഞ്ഞു? ഈ ഉൽവുൽ ഖദറിന് പറഞ്ഞു. അദ്ദേഹം കയറി, സ്ഥാനം കയറി, അദ്ദേഹത്തിന്റെ പദവി ആകാശത്തിലേക്ക് എത്തി. ഇവ രണ്ടും ഒന്നായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനത് പറയാനുള്ള കാരണം അന്നലു ആജത്തൻ ഫിസമായി എന്ന് പറയാനുള്ള കാരണം ഉൽവുൽ ഖദർ ഏത് തന്നെയാണ്, ഉൽവുൽ മക്കാന് തന്നെയാണ് എന്ന വാദം കൊണ്ടാണ്. തശ്ബീഹ് ഇവിടെ നടന്നിട്ടില്ല. ഉൽവുൽ ഖദറിന്റെ ഉൽവുൽ മക്കാനിനോട് തശ്ബീഹ് ആക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ തശ്ബീഹാണ്. ഈ ഉൽവുൽ ഖദർ ഇദ്ദേഹത്തിന്റെ പദവിയുടെ ഉയർച്ച സ്ഥലത്തിന്റെ ഉയർച്ചയാണ് എന്ന് വാദിക്കാം. അപ്പൊ പിന്നെ സ്ഥലത്തിന്റെ ഉയർച്ചയുടെ മേൽ തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം പദവിയുടെ ഉയർച്ചക്കും തുടർന്ന് വരും. അങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ ഇവിടെ വേറെ വിഷയം പറയാണ്. അപ്പൊ ഇവിടെ ഈ ബൈത്തിൽ ഇസ്തിആറത്ത് മുറസഹ ഉണ്ട് എന്ന് ചുരുക്കം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. വഫീ ലഫ്ദിൽ ജഹൂലി, ജഹൂൽ എന്ന ലഫ്ദിലുണ്ട് എന്തുണ്ട്? സിയാദത്തു മുബാലഗത്തിൻ ഫിൽ മദ്ഹി, മദ്ഹിൽ കൂടുതൽ, സിയാദത്തു മുബാലഗത്തിൻ ഫിൽ മദ്ഹി, മദ്ഹിൽ അതിരുകവിയലിലുള്ള വർധനവുണ്ട്. മദ്ഹില് അതിരുകവിയൽ ഉണ്ട്. ആ അതിരുകവിയലുള്ള സിയാദത്തുണ്ട്. എന്തിന്? കാരണം ഇവിടെ മദ്ഹില് അതിര് കവിഞ്ഞു. അങ്ങനെ ഇയാൾക്ക് കയറി ആകാശത്തെത്തി എന്ന് പറയാണ് ഇദ്ദേഹത്തെ കുറിച്ച്. അതിന്റെ മദ്ഹിൽ അതിര് കവിയലാണ്. അത് ഹത്തായുൽ ജഹൂൽ എന്ന് പറയുമ്പോൾ ആ മുബാലകത്തിൽ സിയാദത്തുമുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ മദ്ഹ് കുറച്ച് ഏറിയിട്ടുണ്ട്. ഇയാൾ ആകാശത്തെത്തിയതാണല്ലോ പറയുന്നത്. അതെന്നെ മദ്ഹിലുള്ള അതിര് കവിയലാണ്. ആ അതിര് കവിയലിൽ കുറച്ച് വർധനവുണ്ട്. ഏതില്? ഈ ഹത്ത ജഹൂൽ എന്ന ലഫ്ദില്. അതെന്താ? ലിമാ ഫീഹി. ആ ജഹൂൽ എന്ന ലഫ്ദിൽ ഉള്ള ഒന്നിനു വേണ്ടി മിനൽ ഇശ്ആരി, ഒരു അറിയിപ്പ്. എന്താ അറിയിപ്പ്? ഇലാ അന്ന ഹാദ, ഈ സംഭവം അവനിക്ക് ആകാശത്തിൽ ആവശ്യമുണ്ട് എന്ന് പറയല് ഇന്നമാ യദുന്നുഹുൽ ജഹൂലു, അത് ജഹൂലേ വെന്ന് ചെയ്യുള്ളൂ. ആരും വെന്ന് ചെയ്യൂല. ഒരു ആക്കില് ഉക്കലാവ് വെന്ന് ചെയ്യൂല. ഉക്കല എന്നാ വിചാരിക്ക? അയാൾക്ക് ആകാശത്തിലേക്കൊന്നും കയറേണ്ട ആവശ്യമില്ല. ആകാശത്തിലുള്ളവർ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങോട്ട് വരും. അത്രക്കും പദവിയാണ് അദ്ദേഹത്തിനുള്ളത്. ജഹൂല് വിചാരിക്കും. അപ്പൊ ജഹൂലാണ് ആ തന്നെ ചെയ്യണത്. മൂപ്പർക്ക് ആവശ്യങ്ങൾ തീർന്നിട്ടില്ല എന്നാണല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം. ആകാശത്തിലേക്ക് കയറിപ്പോകാണ്. അപ്പോൾ ആക്കിലെന്താ വിചാരിക്കുക? ആകാശത്തിലുള്ളവര് മൂപ്പരടുത്തേക്ക് ഇങ്ങോട്ടാണ് വരിക. മൂപ്പർക്ക് മറ്റൊരാളുടെ ഇഹ്തിയാജില്ല എന്ന്. അമ്പല്ലാക്കിലു, അപ്പോൾ ആക്കിലു ഫയരിഫ്, അവനറിയും അല്ല ഹാജത്തലഹു ഫിസ്സമായി, മൂപ്പർക്ക് ആകാശത്തിലേക്ക് ഒരു ആവശ്യമൊന്നുമില്ല. കാരണം ലിത്തിസാഫിഹി ബിസായിരിൽ കമാലാത്തി, എല്ലാവിധ പരിപൂർണതകളെ കൊണ്ടും മൂപ്പർ വസ്തു സിദ്ധിച്ചതാണ്. ഇനി ഒന്നും ബാക്കിയില്ല. വല്ലതും ബാക്കി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ആകാശത്തിലേക്ക് കയറിപ്പോകേണ്ടത് ആവശ്യമുള്ളൂ. അതൊന്നുമില്ല. അപ്പോൾ ആക്കിൽ വിചാരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് ആകാശത്തിലേക്ക് ആവശ്യമൊന്നുമില്ല. ഇരിക്കുന്നോട് തിരുതാ മതി. എല്ലാവരും മൂപ്പരെ സന്ദർശിക്കാൻ ഇങ്ങോട്ട് വരും. മൂപ്പരെ അങ്ങോട്ട് സന്ദർശിക്കാൻ പോകേണ്ടതില്ല കേട്ടോ. അതാണ് ജഹൂല് തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞത്. പക്ഷേ വഹാദൽ മായന, ഈ മായന ജഹൂൽ എന്ന ലഫ്ദില് കൂടുതൽ മുബാലകത്തുണ്ട് എന്ന് പറഞ്ഞ മായന മിമ്മ ഖഫി അലാ ബഅദിഹിം, അവരിൽ നിന്ന് ചിലരുടെ മേല് അവ്യക്തമായതിൽപ്പെട്ടതാണ്. അവർക്ക് ആ മായന തിരിഞ്ഞിട്ടില്ല. ഫതഫഹമ, അങ്ങനെ ആ ബഅദ് ഊഹിച്ചു. അന്നഫിൽ ബൈത്തിലുണ്ട് ഇത്രേ തക്സീറൻ, ഒരു ന്യൂനത. എന്ത്? ഫി വസ്ഫി ഉൽവിഹി, അദ്ദേഹത്തിന്റെ ഉയർച്ചയുടെ വസ്ഫിൽ
ഒരു ന്യൂനത ഉണ്ട്. ഐസു അസുബത്ത ഹാദൽ ലന്ന, ഈ ലന്നിനെ അവർ സുബൂത്താക്കി ലിൽ കാമിലി ഫിൽ ജഹിലി ബിമഅരിഫത്തിൽ അഷിയാവ്, അഷിയായിനെ അറിയലുകൊണ്ട് ജഹിലിൽ കാമിലായവർക്ക് സുബൂത്താക്കി. അദ്ദേഹത്തിന് ആകാശത്തിലേക്ക് ആവശ്യമുണ്ട് എന്ന ആ മഹാസംഭവം വിഡ്ഢികളെ മനസ്സിലാക്കുകയുള്ളൂ, ബുദ്ധിമാന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ മദ്ഹിൽ കുറച്ച് എന്തുണ്ട്, ഒരു ചുരുക്കി പറയലുണ്ട്, പൂർണ്ണമായ മദ്ഹില്ല എന്ന് അവർ ഊഹിച്ചുപോയി. അവരെന്താ ഊഹിച്ചത്? മൂപ്പർക്ക് ആകാശത്തിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്, മൂപ്പര് എല്ലാ സ്ഥലത്തും ലോകം മുഴുവനും പോകുന്ന ആള്, അങ്ങനെ ആകാശത്തിലേക്ക് എത്തുന്ന ആള്, അങ്ങനെ ആകാശത്തിലേക്ക് എത്തുന്ന ആള് അത് ആകാശത്തിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ആക്കിനികൾ മനസ്സിലാക്കണില്ലല്ലോ, വിഡ്ഢികളല്ലേ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ മദഹിൽ കുറച്ച് തക്സീറുണ്ട് എന്ന് അവർ ഊഹിച്ചു. പക്ഷേ ഇവിടെ ആക്കിലെന്താ മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിലേക്ക് ആകാശത്തിലേക്ക് കയറിപ്പോണ്ട ആവശ്യമില്ല, അദ്ദേഹം ഇങ്ങോട്ട്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എല്ലാവരും ഇങ്ങോട്ട് വരും എന്നാണ്. പിന്നെ വനഹ്വുഹു, ഇതുപോലത്തതാകുന്നത്, ഐ മിസുലുൽ ബിനായി അലാ ഉൽവുൽ ഖദരി, ഉൽവുൽ ഖദറിന്റെ മേലുള്ള തുടർന്ന് പറയൽ പോലെയാണ്. മാ ഒന്നിനെ, ഉൽവുൽ ഖദറിന്റെ മേൽ എടുക്കൽ പോലെയാണ്. മാ ഒന്നിനെ യുബ്നാല ഉൽവുൽ മക്കാനി, ഉൽവുൽ മക്കാനിന്റെ മേൽ എടുക്കപ്പെടുന്ന ഒന്നിനെ ഉൽവുൽ ഖദറിന്റെ മേൽ എടുക്കുന്നത് പോലെയാണ്. എങ്ങനെയാണ് ഉൽവുൽ മക്കാനിന്റെ മേൽ എടുക്കപ്പെടുന്നതിനെ ഉൽവുൽ ഖദറിന്റെ മേൽ എടുക്കുന്നത്? ഈ തനാസി തശ്ബീഹി, തശ്ബീഹ് മറന്നതിന് വേണ്ടി. ഇവിടെ ഉൽവുൽ ഖദറിനെ ഉൽവുൽ മക്കാനോട് തശ്ബീഹാക്കിട്ട തശ്ബീഹ് ഇവിടെ ഇല്ല. ഉൽവുൽ ഖദർ ഉൽവുൽ മക്കാൻ തന്നെയാണ്. അപ്പൊ ഉൽവുൽ മക്കാനിന്റെ മേൽ തുടർന്ന് വരുന്നതല്ല, ഉൽവുൽ ഖദറിനും തുടർന്ന് വരും. അത് തശ്ബീഹ് പറഞ്ഞതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോ തശ്ബീഹിനെ മറന്നതിന് വേണ്ടി ഉൽവുൽ മക്കാനിന്റെ മേൽ എടുക്കപ്പെടുന്ന ഒന്നിനെ ഉൽവുൽ ഖദറിന്റെ മേൽ എടുക്കുന്നത് പോലെയാണ്. മാ മറ മിന തഅജ്ജുബി, തഅജ്ജുബിനാൽ കഴിഞ്ഞു പോയ ഒന്ന്. ഫീ ഖൗലിഹി, ഷാഇറിന്റെ ഖൗലില്, ഫീ ഖൗലിഹി ഷാഇറിന്റെ ഖൗലില്. ഇവിടെ മുഖ്തസർ 378 79 നോക്കിയാൽ മതി കേട്ടോ. 378 379. എന്ത്? കാമത്ത് തുലല്ലിലുനി വമിൻ അജബിൻ ശംസുൻ തുലല്ലിലുനി മിനശംസി. ഇതാണ് അവിടെ ആ ബൈത്ത് അല്ലേ? കാമത്ത് തുലല്ലിലുനി മിനശംസി നഫ്സുൻ അഅ്സു അലയ്യ മിൻ നഫ്സി. അതാണ് മുമ്പിലുള്ള ബൈത്ത്. കാമത്ത് തുലല്ലിലുനി വമിൻ അജബി ശംസുൻ തുലല്ലിലുനി മിനശംസി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്തസർ 378 79 കാണാം. അവിടെ എന്താണ്? കാമത്ത നഫ്സ് നിന്നു തുലല്ലിലുനി, എനിക്ക് നിഴല് നൽകുന്നതായിട്ട്. ആ നഫ്സാര ഒരു ശംസിനോട് ഈ നഫ്സിനെ തശ്ബീഹാക്കിയിട്ടുണ്ട്. അതവിടെ നോക്കിയാൽ കാണാം. ഇത് കാമത്തു തുലല്ലിലുനി മിനശംസി നഫ്സുൻ അലയ്യ മിൻ നഫ്സീന. അവിടെ നോക്കിയാൽ മതി. 378 79. ഇവിടെ എന്താ പറഞ്ഞത്? കാമത്ത നഫ്സ് നിന്നു തുലല്ലിലുനി, എനിക്ക് നെയിലിടുന്നതായിട്ട്. കണ്ടോ? കാമത്ത് തുലല്ലിലുനി മിനശംസി നഫ്സുൻ നഫ്സുൻ അഅ്സു അലയ്യ മിൻ നഫ്സി, എന്റെ നഫ്സിനേക്കാൾ പ്രതാപമുള്ള നഫ്സ്. എന്നിട്ട് കാമത്ത് തുലല്ലിലുനി, ആ നഫ്സ് എനിക്ക് നെയിലിട്ടു. ഒമിന്റെ നബി, അത്ഭുതത്തിൽപ്പെട്ടതാണ് നഫ്സുൻ, ശംസുൻ, ഒരു ശംസ്. ആ ശംസാര ഈ നഫ്സാണ്. അപ്പൊ ആ നഫ്സിനെ ശംസിനോട് തശ്ബീഹാക്കി. ഒമിൻ നജബിൻ, അത്ഭുതത്തിൽപ്പെട്ടതാണ് ശംസുൻ, ഒരു ശംസ്. തുലല്ലിലുനി, ആ ശംസ് എനിക്ക് തണലേകുന്നു. മിനശംസി, മറ്റൊരു ശംസിനെ തൊട്ട്. ആ മറ്റൊരു ശംസ് ഹഖീഖിയ ശംസാണ്. ഇവിടെ ശംസുൻ തുലല്ലിലുനു മിനശംസി എന്ന് പറയുമ്പോൾ ഈ ഒന്നാമത്തെ ശംസ് അത് മുശബ്ബഹാണ്, രണ്ടാമത്തെ ശംസ് മുശബ്ബഹ് ബിഹിയാണ്. അപ്പൊ ശംസുൻ, ഒരു ശംസ്
അത്ഭുതത്തിൽപ്പെട്ടതാണ് ശംസുൻ തുലല്ലിലുനി, ഒരു ശംസ് തുലല്ലിലുനി എനിക്ക് നിഴലിടുന്നു. അപ്പൊ ആ ശംസ് മംദൂഹിനെ ഒരു ശംസിനോട് തശ്ബീഹാക്കിയത് ഇസ്തിആറത്താണ്. ശംസുൻ തുലല്ലിലു എന്ന് പറഞ്ഞ ശംസ് ഇസ്തിആറത്താണ്. അവിടെ ശംസ് എന്ന് പറഞ്ഞാൽ നഫ്സുൻ അഅ്സു അലയ്യ മിൻ നഫ്സി എന്ന് പറഞ്ഞില്ലേ, ആ നഫ്സാണത്, ഒരു മംദൂഹാണത്. ഈ ശംസ്, ഇവിടെ ശംസ് എന്ന പ്രയോഗം അത് മുസ്തആർ മിൻഹു ആണ്. മുസ്തആർ ലഹു ഒരു മംദൂഹാണ്. ആ മംദൂഹിനെ ശംസിനോട് തശ്ബീഹാക്കിയിട്ട് ശംസുൻ തുലല്ലിലുനി എന്ന് പറഞ്ഞു. അവിടെയാണ് ഇസ്തിആറത്തുള്ളത്. അപ്പോ ശംസ് എന്ന പ്രയോഗമാണ് ഇവിടെ മുസബ്ബഹിന് പറഞ്ഞത്. ശംസുൻ, ഒരു ശംസ് തുലല്ലിലുനി എനിക്ക് തണലേകുന്നു, മിനശംസി മറ്റൊരു ശംസിനെ തൊട്ട്. ഈ മിനശംസി എന്നുള്ളത് അവിടെ അല്ല നമ്മളെ കണക്കുള്ളത്, ശംസുൻ തുലല്ലിലു എന്ന് പറഞ്ഞു കൊടുത്താൽ ആ ശംസ് മുസ്തആർ മിൻഹു ആണ്. മുസ്തആർ ലഹു ഒരു ആരാണ്, ഒരു മംദൂഹാണ്. ആ മംദൂഹിന് വേണ്ടി ശംസ് എന്ന് പറഞ്ഞു. ആ ശംസിനെ ഒറിജിനൽ ശംസായിട്ട് ചിത്രീകരിച്ചത് കൊണ്ടാണ് അത്ഭുതമുണ്ട്, ഒരു സൂര്യൻ മറ്റൊരു സൂര്യനെ തൊട്ട് നിഴലിടുന്നു. ശംസിനെ തൊട്ട് ശംസല്ലാത്ത വസ്തുക്കളാണല്ലോ നിഴല് നൽകുക. ശംസിനെ തൊട്ട് സൂര്യന്റെ വെയില്, ആ വെയിലിനെ തൊട്ട് നമുക്ക് തണല് നൽകുന്നത് ആരാണ്? ശംസല്ലാത്ത വസ്തുക്കളാണ്. ഇവിടെ യഥാർത്ഥ ശംസിനെ തൊട്ട് തണല് നൽകുന്നത് മറ്റൊരു ശംസാണ്. അപ്പൊ യഥാർത്ഥ സൂര്യനെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഈ മുസബ്ബഹിന് ഉപയോഗിച്ച ശംസ്. അപ്പോൾ ഈ ശരീരം, ഈ വ്യക്തി ഒറിജിനൽ ശംസ് ആയിട്ട് ചിത്രീകരിച്ചു. ആ ഒറിജിനൽ ശംസ് മറ്റൊരു ഒറിജിനൽ ശംസിനെ തൊട്ട് എന്താകുന്നു? നിഴല് നൽകുന്നു. ഇത് അത്ഭുതമാണ്. ഒരു ഇൻസാൻ നിഴല് നൽകുന്നതിൽ അത്ഭുതമില്ലല്ലോ, സാധാരണ ഇവിടെ കാണുന്നതാണ്. ഒരു സൂര്യൻ മറ്റൊരു സൂര്യനെ തൊട്ട് നിഴല് നൽകുന്നു എന്നതിലാണ് അത്ഭുതമുള്ളത്. ആ അത്ഭുതം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇവിടെ മുസബ്ബഹു ബിഹി തന്നെയാണെന്നുള്ള വാദം കാരണമാണ്. അത് 378-79 കഴിഞ്ഞു പോയ വിഷയമാണത്. അപ്പോൾ ഇവിടെ യഥാർത്ഥ ശംസിന്റെ മേൽ ബിനാഅ് ചെയ്യുന്നത് എന്തിന്റെ മേൽ ബിനാഅ് ചെയ്തു? ഈ മംദൂഹിന്റെ മേൽ ബിനാഅ് ചെയ്തു. യഥാർത്ഥ ശംസ് എന്താകൂല? നിഴല് നൽകൂല. ഇവിടെ യഥാർത്ഥ ശംസ് നിഴല് നൽകി. അതുകൊണ്ടാണ് അജബുള്ളത്. അത് അജബാണ് കേട്ടോ. അപ്പോ യഥാർത്ഥ ശംസ് നിഴല് നൽകും, തണല് നൽകും. അതൊരു അജബാണ്. അപ്പൊ യഥാർത്ഥ ശംസ് തണല് നൽകുക എന്നത് അജബാണ്. ആ അജബ് ഇവിടെ ഈ മംദൂഹിനും പ്രയോഗിച്ചു. പിന്നെ തഅജ്ജബിനുള്ള നെഹിയും അതും എന്താണ്? തശ്ബീഹിനെ മറന്നതിന് വേണ്ടി ഉൽവുൽ മക്കാരിന്റെ മേൽ തുടർന്ന് പറയുന്ന ഒന്നിനെ ഉൽവുൽ ഖദറിന്റെ മേൽ എടുത്തതുപോലെയാണ്. അയ്യനി തഅജ്ജബിനുള്ള നെഹിയും അത് 379 പേജിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഫീ ഖൗലിഹി ലാ തഅജ്ജബൂ മിൻ ബിലാ ഖലാലത്തി, അദ്ദേഹത്തിന്റെ അടിവസ്ത്രം ദ്രവിച്ചതിനെ തൊട്ട് നീ അത്ഭുതപ്പെടേണ്ട. ഖദ്സുറ അസ്റാറുഹു അലൽ ഖമരി, അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ വട്ടൻസുകൾ കമറിന്റെ മേലാണ് കുടുക്കിയിട്ടുള്ളത് എന്നാ. അപ്പൊ ഈ മംദൂഹ് ഒറിജിനൽ ഖബറായി ചിത്രീകരിച്ചത് കൊണ്ടാണ് വസ്ത്രം ദ്രവിച്ചത്. അതുകൊണ്ട് അത്ഭുതമില്ല. കാരണം ചന്ദ്രന്റെ മേൽ തട്ടി നിൽക്കുന്ന വസ്ത്രമൊക്കെ ദ്രവിച്ചു പോകും. കണ്ടോ? ഖദ്സുറാറുഹു അലൽ ഖമരി, അതൊക്കെ ഇസ്തിആറത്ത് മുറശഹത്താണ്. ഇതിലം യുക്സദ് തനാസി തശ്ബീഹി, തശ്ബീഹിനെ മറന്നു എന്ന് തോന്നിപ്പിക്കലിനെ കരുതിയിട്ടില്ലെങ്കിൽ
വൈങ്കാരിഹി തശ്ബീഹിനെ ഇൻകാർ ചെയ്യലിനെയും കരുതിയിട്ടില്ലെങ്കിൽ ലമാക്കാനിൽ തഅജ്ജുബി തഅജ്ജുബിനുണ്ടാവൂല. ഒമിൻ നജബിൻ ശംസുൻ തുളല്ലിലു മിന ശംസി എന്ന തഅജ്ജുബിനുണ്ടാവൂല. വന്നഹി എന്നോ തഅജ്ജുബിനൊത്തുള്ള നെഹിയിനും ഉണ്ടാവൂല. അത് ലാ തഅജ്ജബു മിൻ ബിലാ വലാലത്തിഹി ജിഹത്തുൽ ഒരു ന്യായവും ഉണ്ടാവൂല. അലാമാസബക്ക മുമ്പ് കഴിഞ്ഞ ഒന്നിന്റെ മേൽ എടുത്തിട്ട് ആ മുമ്പ് മാസബക്ക എവിടെയാണ്? മുഖ്തസർ 378, 79 പേജുകളിൽ കാണാം. സുമ്മ അഷാറ പിന്നെ മുസന്നിഫ് ഇഷാറത്ത് ചെയ്തു ഇലാ സിയാദത്തി തക്രീരി ലിഹാദൽ കലാമി ഈ കലാമിനെ ഒന്ന് സ്ഥിരീകരിക്കലിന്റെ സിയാദത്തിലേക്ക്. ഏത് കലാമ്? തശ്ബീഹിനെ മറന്നു എന്ന് തോന്നിപ്പിക്കലിന്റെ മേലിലാണ് ഇസ്തിആറത്ത് മുറശ്ശഹന്റെ മബ്ന എന്ന് പറഞ്ഞല്ലോ. ആ കലാമിനെ സ്ഥിരീകരിക്കലിന്റെ വർധനവിലേക്ക്. ഫഖാല എന്നിട്ട് മുസന്നിഫ് പറഞ്ഞു വഇദാ ജാസൽ ബിനാഉ അലൽ ഫർഇ ഫർഇന്റെ മേൽ ബിനാ ജായിസാണെങ്കിൽ ഫർ ഏതാ? അയൽ മുശബ്ബഹ് ബിഹി മുശബ്ബഹ് ബിഹിയുടെ മേൽ ബിനാ ജായിസാണെങ്കിൽ മഅൽ-ഇഅ്തിറാഫി ബിൽ അസ്ലി അസ്ല് കൊണ്ട് സമ്മതിക്കലോടുകൂടെ, അതായത് മുശബ്ബഹിനെ പറയലോടുകൂടെ. ഇസ്തിആറത്തിൽ മുശബ്ബഹിനെ പറയുന്നില്ല. അപ്പോ അസ്ല് കൊണ്ട് സമ്മതിക്കലോടുകൂടെ എന്ന് പറഞ്ഞാൽ അസ്ലിനെ പറയലോടുകൂടെ തന്നെ മുശബ്ബഹ് ബിഹിയുടെ ഫർഇന്റെ മേൽ എടുക്കൽ ജായിസാണ്. അതായത് മുശബ്ബഹു ബിഹിയും ഒരു കലാമിൽ പറഞ്ഞു. കലാം ഇസ്തിആറത്തല്ല എന്നർത്ഥം. സയ്യിദുൻ അസദുൻ എന്ന് പറയും പോലെ സയ്യിദാകുന്നത് അസദാണ്. അപ്പോൾ ഇവിടെ മുശബ്ബഹിനെയും പറഞ്ഞു, മുശബ്ബഹ് ബിഹിനെയും പറഞ്ഞു. അങ്ങനെ പറയുന്നോടത്ത് തന്നെ ഈ മുശബ്ബഹ് ബിഹിയുടെ മേൽ തുടർന്ന് വരുന്നതൊക്കെ ആർക്ക് സാബിത്താകും? മുശബ്ബഹിക്ക് സാബിത്താകും. സയ്യിദുൻ സയ്യിദാകുന്നത് അസദുൻ അസദാണ്. എങ്ങനത്തെ അസദ്? ലഹു ലിബദുൻ അൽഫാറുഹു ലം തുക്കല്ലമി നഖങ്ങൾ തീരെ മുറിക്കപ്പെടാത്ത ചുമലിൽ ജടയുള്ളതായ ഒരു അസദാണ് എന്നാ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ആർക്കും വരും? സയ്യിദിനും ബാധിക്കുമല്ലോ. അതാ പറയുന്നത് മുശബ്ബഹിനെ പറയലോടുകൂടെ. വദാലിക്കലി അൻ ഈ മുശബ്ബഹ് ബിക്ക് ഫർ എന്ന് പറഞ്ഞത് മുശബ്ബഹ് ബിക്ക് ഫർ മുശബ്ബഹ് അസ്ൽ എന്ന് പറയാൻ കാരണം പറയാണ് അന്നൽ അസ്ല ഫി തശ്ബീഹി തശ്ബീഹിലുള്ള അസ്ല് വഇൻകാന ഹുവൽ ആ അസ്ലാണെങ്കിലും ഹുവൽ മുശബ്ബഹ് ബിഹി ആണെങ്കിലും മിൻ ജിഹത്തി അന്നഹു അഖ്വ വ അഅറഫു വജുഹുസ്സബഹിൽ അഖ്വയും അഅറഫും മുശബ്ബഹ് ബിഹി ആണല്ലോ. ആ നിലക്ക് അസ്ല് മുശബ്ബഹ് ബിഹി ആണെങ്കിലും ഇല്ലാ അന്നൽ മുശബ്ബഹ വൽ അസ്ലു മുശബ്ബഹാണ് അസ്ല് മിൻ ജിഹത്തി അന്നൽ വറദ് യഊദു ഇലൈഹി മുശബ്ബഹിലേക്കല്ല മടങ്ങുക. ഒന്നിനോട് തശ്ബീഹാക്കുന്നതിനെ കൊണ്ടുള്ള വറദ് എന്തിലേക്കാ മടങ്ങുന്നത്? സയ്യിദ് അസദാണ് എന്ന് പറഞ്ഞാൽ സയ്യിദിനെ സംബന്ധിച്ചാണല്ലോ നമ്മളെ കലാമുള്ളത്. അപ്പോ വറദ് യഊദു ഇലൈഹി മുശബ്ബഹിലേക്ക് മടങ്ങും. അന്നഹുൽ മഖ്സൂദു ഫിൽ കലാമി കലാമിലുള്ള മഖ്സൂദ് മുശബ്ബഹാണ്. ബിൻ നഫി വൽ ഇസ്ബാത്തി നഫി ഇസ്ബാത്ത് കൊണ്ടുള്ള കലാമിലുള്ള മഖ്സൂദ് ആരാണ്? മുശബ്ബഹാണ് എന്ന നിലക്ക് ഇല്ല എങ്കിലും അന്നൽ മുശബ്ബഹ എങ്കിലും മുശബ്ബഹാണ് വൽ അസ്ലു അതാണ് അസ്ല്. വജുഹുസ്സബഹിൽ അഖ്വ അഅറഫ് ഏതാണ്? മുശബ്ബഹ് ബിഹിയാണ് എന്ന നിലക്ക് അത് അസ്ലാണെങ്കിലും ഇല്ല എങ്കിലും അന്നൽ മുശബ്ബഹു വൽ അസ്ലു അതാണ് അസ്ല് മിൻ ജിഹത്തി അന്നൽ ഖർദ യഊദു ഇലൈഹി കലാമിന്റെ ഖർദ് മുശബ്ബഹിലേക്കാണ് മടങ്ങുന്നത്. അന്നഹുൽ മഖ്സൂദ് ഫിൽ കലാമി ബിൻ നഫി വൽ ഇസ്ബാത്തി കലാമിലുള്ള നഫി കൊണ്ടും ഇസ്ബാത്ത് കൊണ്ടുള്ള കലാമിലുള്ള മഖ്സൂദ് ഏതാണ്? മുശബ്ബഹാണ്. ആ നിലക്കാണ് ഇവിടെ മുശബ്ബഹ് ബിഹിയെ ഫർഇ എന്നും മുശബ്ബഹിനെ അസ്ല് എന്നും പറഞ്ഞത്. അപ്പോ ഇദാ ജാസൽ ബിനാഉ അലൽ ഫർഇ മുശബ്ബഹ് ബിഹിയുടെ മേൽ എടുക്കൽ ജായിസാണെങ്കിൽ
മഅൽ ഇത്തിറാഫി ബിൽ അസ്ലി, അസ്ൽ കൊണ്ട് പറയലോടുകൂടെ. ഇത്തിറാഫ് എന്ന് ഞാൻ പറയാനാണ്. ഇതുപോലെ കമാഫി കൗലി ഷാഇരി കമാഫി കൗലിഹി ഷൈറുൻ ഹിയ ശംസു മസ്കനുഹാ ഫിസ് സമാഇ ഫഅസ്സി ഫഅസ്സി. പിന്നെന്താണ്? ഹിയ ശംസു ഹിയ ശംസു മസ്കനുഹാ ഫിസ് സമാഇ ഫഅസ്സിൽ ഫുആദ അസാഅൻ ജമീല ഫലൻ തസ്തതിഅ ഇലൈഹ അസ്സുഊദ് വലൻ തസ്തതിഅ ഇലൈക അന്നുസൂല. ഇതൊക്കെ നിങ്ങൾ ചൊല്ലിയാൽ മതി കേട്ടോ. അപ്പോ യശംസു മസ്കനുഹാ ഫിസ് സമാഇ ഫഅസ്സിൽ ഫുആദ അസാഅൻ ജമീല ഫലൻ തസ്തതിഅ അൻത അസ്സുഊദ വലൻ തസ്തതിഅ ഇലൈക അന്നുസൂല. എന്താ? ഹിയ ആ മഹബൂബത്ത് അശംസു ശംസാണ്. ഇവിടെ മുശബ്ബഹ് ഹിയ, മുശബ്ബഹ് ബിഹി ശംസ്. ആ മഹബൂബത്ത് ശംസാണ്. അപ്പൊ ഇവിടെ ഇസ്തിആറത്തല്ല, മുശബ്ബഹും മുശബ്ബഹ് ബിഹിയുമാണ്. അപ്പോ മസ്കനുഹ ആ ശംസിന്റെ ഭവനം ഫിസ്സമായ ആകാശത്തിലാണ്. അപ്പൊ ആകാശത്തിൽ വീടുള്ള ശംസാണ് ആ പെണ്ണ് എന്നാ പറയുന്നത്. കണ്ടോ? അപ്പോ മുശബ്ബഹിനെ പറയലോട് കൂടെ തന്നെ മുശബ്ബഹ് ബിഹിയുടെ മേൽ ഇവിടെ തുടർന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇസ്തിആറത്ത് മുറശഹത്ത് എന്ന് പറഞ്ഞുകൂടാ, കാരണം ഇസ്തിആറത്തല്ലല്ലോ, മുശബ്ബഹിനെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ മുശബ്ബഹും മുശബ്ബഹ് ബിഹിയും ഉള്ളതോടുകൂടെ തന്നെ മുശബ്ബഹ് ബിഹിന്റെ മുലായിമ പറഞ്ഞല്ലോ. ആ മുലായിമക്ക് ആർക്കും ബാധിക്കും? ഈ മുശബ്ബഹിനും ബാധിക്കും. അപ്പൊ ആകാശത്തിൽ വീടുള്ള ശംസാണ് ആ പെണ്ണ്. അപ്പോ ഇവിടെ എന്തുണ്ട്? ഒരു വാദമുണ്ട്. ആ പെണ്ണ് ശംസ് തന്നെയാണ്. ശംസ് പോലെ അദാത്തു തശ്ബീഹ്, തശ്ബീഹിന്റെ അദാത്തിനെ പറയാത്തത് കൊണ്ട് ഇവിടെ എന്തുണ്ട്? ഒരു വാദമുണ്ട്. ഈ പെണ്ണ് അപ്പോൾ ഹിയ ശംസു മസ്കനുഹാ ഫിസ്സമാഇ ഫഅസ്സിനി സമാധാനിപ്പിക്ക്. അമ്രു മിൻ അസ്സാഹു, അസ്സാഹു എന്നതിൽ നിന്നുള്ള അമ്രാണ്. അമലഹു അലൽ അസായി, അസ്സാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ക്ഷമയുടെ മേൽ പ്രേരിപ്പിച്ചു എന്നർത്ഥം. വഹുവ സബറു, അസാ എന്ന് പറഞ്ഞാൽ സബർ. പിന്നെ ഫഅസ്സിൽ ഫുആദ, ഹൃദയത്തെ നീ സമാധാനിപ്പിക്ക്. അസാഅൻ ജമീല, ഭംഗിയായ സമാധാനിപ്പിക്കൽ. ഫലൻ തസ്തതിഅ, നിനക്ക് കഴിയൂല, അന്താ നീ തന്നെ, ഇലൈഹ ഇല ശംസി, ശംസിലേക്ക് സുഊദ കയറാൻ കഴിയൂല. അപ്പൊ അവളുള്ള വീട്ടിലേക്ക് നിനക്ക് പോകാൻ കഴിയൂല. അവള് ശംസാണല്ലോ, ശംസിന്റെ വീട് ആകാശത്തിലുമാണ്, അങ്ങോട്ട് നിനക്ക് പോകാൻ കഴിയൂല. വലൻ തസ്തതിഅ യശംസു, ശംസിന് കഴിയൂല, ഇലൈക നിന്നിലേക്ക്, അന്നുസൂല ഇറങ്ങി വരാനും. ഇവിടെ ഇപ്പോൾ മുശബ്ബഹിനെ പറയലോട് കൂടെ തന്നെ ഫർഇന്റെ മേൽ, അതായത് മുശബ്ബഹിന്റെ മേൽ ബിനാ ചെയ്തു. അപ്പോൾ ഈ തുടർന്ന് പറയല് മുശബ്ബഹ് പറഞ്ഞാലും ഉണ്ടാകും എന്നാണ്. വല്ലാമിനു ഫി ഇലൈഹ വഇലൈക, ഇലൈഹ ഇലൈക എന്നതിലുള്ള ആമില് ഉവൽ മസ്തറു ബഅദഹുമ, അത് രണ്ടിന്റെ ശേഷമുള്ള മസ്തറാണ്. ഇവിടെ രണ്ടിന്റെ ശേഷമുള്ള മസ്തർ വലൻ തസ്തതിഅ ഇലൈക ഫലൻ തസ്തതിഅ ഇലൈഹ സുഊദ്, ആ മസ്തർ. പിന്നെ ഇലൈക നുസൂല, നുസൂല എന്ന മസ്തർ. എപ്പോഴാണ് മസ്തർ ആവുക? ഇൻ ജവ്വസന തഖ്ദീമൽ ളർഫി അലൽ മസ്തരി, മസ്തറിനേക്കാൾ ളർഫിനെ മുന്തിക്കലിനെ നമ്മൾ ജായിസാക്കിയത്. വഇല്ല ജായിസാക്കിയിട്ടില്ലെങ്കിൽ ഫമഹദൂഫൻ, ആമില് മഹദൂഫാണ്. യുഫസ്സിറുഹു ളാഹിറു, ളാഹിർ അതിനെ വെളിവാക്കും. ഫഖൗലുഹു യശംസു എന്നുള്ളത് തശ്ബീഹാണ്, ലസ്തിആറത്തു, ഇസ്തിആറത്തല്ല. വഫി തശ്ബീഹി, തശ്ബീഹിലുണ്ട് ഇത്തിറാഫുൻ ബിൽ മുശബ്ബഹി, മുശബ്ബഹിനെ പറയലുണ്ട്. വമഅ ദാലിക, അതോടുകൂടെ തന്നെ ഫഖദു ബുനിയൽ കലാമു, കലാമിനെ തുടർത്തി പറഞ്ഞു. അലൽ മുശബ്ബഹി ബിഹി, മുശബ്ബഹു ബിഹിയുടെ മേൽ കലാമിനെ ബിനാ ചെയ്തു. അതിന് മുശബ്ബഹു ബിഹി അശംസയാണ്. വഹുവ വാളിഹുൻ, അത് ഏറ്റവും വെളിവായ കാര്യമാണ്. ഫഖൗലുഹു ഇദാ ജാസൽ ബിനാഉ എന്ന കൗല്, അല്ലേ?
വൈദാ ജാസൽ ബിനാ ജായിസായാൽ അലൽ ഫർഇ ഫർഇന്റെ മേൽ എന്ന് പറഞ്ഞാൽ അത് ഷർത്താണ്. ജവാബ് അതിന്റെ ജവാബ് ഖൗലുഹു മുസന്നിഫിന്റെ ഖൗലാണ് ഫമഅ ജഹിദിഹി ഐ ജഹിദിൽ അസ്ലി. മുസബ്ബഹിനെ കളയലോടുകൂടെ കമാഫിൽ ഫമഅ ജഹിദിഹി ഐ ജഹിദിൽ അസ്ലി. അസ്ലി ഏതാണ്? മുസബ്ബഹ്. ആ മുസബ്ബഹിനെ നിഷേധിക്കലോടൊപ്പം കളയലോടൊപ്പം അതേതുപോലെ കമാഫിൽ ഇസ്തിആറത്തിൽ മുസബ്ബഹിനെ പറയൂലല്ലോ, ആ ഇസ്തിആറത്തിലുള്ളതുപോലെ അൽ ബിനാഹു അലൽ ഫർഇ ഫർആവുന്ന മുസബ്ബഹിന്റെ മേൽ എടുക്കൽ ഔല ബിൽ ജവാസി ജവാസ് കൊണ്ട് ഔലയാണ്. കാരണം അന്നഹു കാര്യം കതു തുവിയ ഫിഹ ഇസ്തിആറത്തിൽ ചുരുട്ടപ്പെട്ടിട്ടുണ്ട് ദിക്റുൽ മുസബ്ബഹി മുസബ്ബഹിനെ പറയില്ല അസലം തീരെ തന്നെ. വജുഇലൽ കലാമു കലാമിനെ ആക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹുലുവൻ അൻഹു മുസബ്ബഹിനെ പറയുന്നിട്ടുണ്ട് ഖാലിയായിട്ടുണ്ട് കേട്ടോ. നുക്കിലൽ ഹദീസു ഹദീസിനെ നക്കൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇലൽ മുസബ്ബഹി മുസബ്ബഹ് ബിഹിയിലേക്ക്.